നമസ്കാരം. പശ്ചിമേഷ്യൻ സംഘർഷം അതിരൂക്ഷമാവുകയാണ്. കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ഇറാൻ നടത്തിയ കനത്ത ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു. 63 പേർക്ക് പരുക്കേറ്റു. ബഹ്റിനിലേക്കും ഇറാന്റെ ഡ്രോൺ വർഷമുണ്ടായി. അമേരിക്കയ്ക്കുള്ള മുന്നറിയിപ്പാണ് ഈ ആക്രമണം എന്ന് ഇറാൻ പ്രതികരിച്ചു. യുദ്ധം തുടങ്ങിയത് താനാണെന്നും താനില്ലായിരുന്നെങ്കിൽ ഇസ്രായേലിന് ഭൂമിയിൽ ബാക്കി കാണില്ലായിരുന്നുവെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു പോഡ്കാസ്റ്റിൽ പറയുകയും ചെയ്തു. വളരെ രൂക്ഷമാകുന്ന സാഹചര്യം. പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധം പശ്ചിമേഷ്യയെ മാത്രമല്ല ലോകത്തെല്ലായിടത്തുമുള്ള ജനങ്ങളെയും ബാധിക്കുകയാണ്. ഇന്ത്യക്കാർ, മലയാളികളൊക്കെ അതിന്റെ ഇരകളാണ്. ഈ ചർച്ചയിൽ അഞ്ജന ശങ്കർ മാധ്യമപ്രവർത്തക, എം ഷിനാസ് അധ്യാപകൻ, നിർമ്മൽ എബ്രഹാം വിദേശകാര്യ വിദഗ്ധൻ, ഡോക്ടർ ലിറാർ പുളിക്കലകത്ത് MG സർവകലാശാലയിലെ അധ്യാപകൻ എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ നിർമ്മൽ, അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു എസ്കലേഷൻ ആണോ ഇത്? വളരെ ശക്തമായ ഭാഷയിൽ ഇറാൻ പറയുന്നു കുവൈത്തിനും ബഹ്റിനും നടത്തിയ ആക്രമണം, ഈ രണ്ടിടത്തും നടത്തിയ ആക്രമണം അമേരിക്കയ്ക്കുള്ള മുന്നറിയിപ്പാണ് എന്നുള്ളത്. ഏത് നിമിഷവും ഒരു കരാർ വരാം എന്ന് പ്രതീക്ഷിച്ചിരിക്കെ ആ കരാർ വരുന്നില്ല. അതേസമയം തന്നെ ഒരു എസ്കലേഷൻ സംഭവിക്കുകയും ചെയ്യുന്നു. ഇതെങ്ങോട്ടാണ്? ഇതിൽ കൃത്യമായിട്ട് ഇറാൻ അറിയാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലിലായിക്കോട്ടെ അമേരിക്കയിലും ആയിക്കോട്ടെ ഒക്ടോബറിലും നവംബറിലുമായിട്ട് രണ്ട് പ്രധാനപ്പെട്ട ഇലക്ഷൻസ് നടക്കാനിരിക്കുകയാണ്. ഒക്ടോബർ 27 ഇസ്രായേലിലെ പ്രൈം മിനിസ്റ്ററിനുള്ള ഇലക്ഷനും അതേപോലെ 2026 നവംബറിൽ അമേരിക്കയിൽ കോൺഗ്രസിലും സെനറ്റിലോട്ടുള്ള ഇലക്ഷൻസ് നടക്കാനിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും എത്ര ഇത് മുന്നോട്ട് പോകുന്നോ, ഇപ്പോൾ ഒരാഴ്ച ആയിക്കോട്ടെ ഒരു മാസം ആയിക്കോട്ടെ മുന്നോട്ട് പോകുന്നു, അത്രയും തന്നെ അമേരിക്ക ഇത് വീക്കൺ ചെയ്യും. അതായത് നെഗോഷിയേഷനിൽ അവർക്ക് ആ പവർ ബാക്കി കാണില്ല. അപ്പം ഇറാൻ ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് നീണ്ടു പൊയ്ക്കോട്ടെ എന്നുള്ളൊരു ധാരണയിലാണ്. കാരണം ഇനിയൊരു ആക്രമണത്തിന്, ശക്തമായ ഒരു ആക്രമണത്തിന് അമേരിക്ക മുതിർന്നു കഴിഞ്ഞാൽ അത് ലോകത്തെ മൊത്തം എഫക്റ്റ് ചെയ്യുമെന്നുള്ളത് ഈ കാലയളവിൽ നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. അപ്പോൾ അതിന് മുതിരാതെ അമേരിക്ക വീണ്ടും നെഗോഷിയേഷന് മുന്നോട്ട് വന്ന് ഒരു മാസം, 1.5 മാസം, 2 മാസം അടുക്കുമ്പോഴത്തേക്കും പിന്നെ ഇലക്ഷന് കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ. മാത്രമല്ല ഇതിൻ്റെ ഇമ്പാക്റ്റ് നമുക്കറിയാവുന്നല്ലോ. ഇപ്പം നമ്മുടെ ഇവിടെ 10% പോലും പെട്രോളിനും ഡീസലിനും വില വർദ്ധിച്ചിട്ടില്ല. ഞാൻ സന്തോഷത്തോടുകൂടിയല്ല പറയുന്നത്, എങ്കിൽ പോലും അമേരിക്കയുടെ കേസ് പറയുമ്പോഴത്തേക്കും അവിടെ പെട്രോൾ വില ഏകദേശം 50% വർദ്ധിച്ചു യുദ്ധത്തിന് ശേഷം. ഡീസലിൻ്റെ വില 60% വർദ്ധിച്ചു. ഇൻഫ്ലേഷൻ ഉയർന്നു. ട്രാവൽ എക്സ്പെൻസസ് കൂടി. അപ്പോൾ ജനങ്ങൾ അവിടെ പൊറുതിമുട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നവംബറിലെ ഇലക്ഷനിൽ ട്രംപിന് വലിയ തിരിച്ചടി ഉണ്ടാകും. അത് ട്രംപിനറിയാം. അതുകൊണ്ട് ഇലക്ഷന് ഒരു 2 മാസം മുന്നേ എങ്കിലും ഇത് തീർത്താലേ ഉള്ളൂ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്ത് കൊണ്ടുവരാനും ആ കാര്യങ്ങൾ ശക്തമായി വാദിച്ച് ഇവരുടെ കോൺഗ്രസിലെ ആളുകളായിക്കോട്ടെ സെനറ്റിലെ കണ്ടസ്റ്റൻസ് ആയിക്കോട്ടെ അവർക്ക് വിജയിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇറാൻ ഇത് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് എത്രത്തോളം ഇത് നീണ്ടുപോകുന്നോ അത്രത്തോളം ഇറാൻ സന്തോഷിക്കും. മാത്രമല്ല അത്രത്തോളം നെഗോഷിയേഷനിൽ അവർക്കൊരു ലിവറേജ് ഉണ്ടാകും. കാരണം ഇലക്ഷന് മുന്നേ ഇത് അവസാനിപ്പിക്കാൻ അമേരിക്ക തീർച്ചയായിട്ടും ആഗ്രഹിക്കും. അപ്പോൾ ആ സമയത്ത് ഇറാൻ്റെ ടേംസിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ കോൺസിക്വൻസ് അൺഫോർച്ചുനേറ്റ്ലി അമേരിക്ക മാത്രമല്ല നമ്മളെപ്പോലുള്ള മലയാളികളും ലോകത്തുള്ള എല്ലാവരും തന്നെ എഫക്റ്റഡ് ആവുന്നു എന്നുള്ളതാണ് അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള കാര്യം. യെസ്, തീർച്ചയായിട്ടും. അഞ്ജന ശങ്കർ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അഞ്ജന, പശ്ചിമേഷ്യയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഗൾഫിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കുവൈത്തിൽ അന്താരാഷ്ട്ര വിമാനത്താവളം ആക്രമിക്കപ്പെടുമ്പോൾ GCC രാഷ്ട്രങ്ങളെല്ലാം അതിനെതിരെ രംഗത്ത് വരുന്നുണ്ട്. UAE പ്രസ്താവനയിൽ ഇതൊരു ടെററിസ്റ്റ് അറ്റാക്കാണ് എന്ന മട്ടിലാണ്. GCC രാഷ്ട്രങ്ങൾ ഒരുമിച്ച് നിൽക്കണം എന്ന് പറയുന്നുണ്ട്. ബഹ്റൈനും ആക്രമിക്കപ്പെട്ടു. നമുക്കറിയാം കുവൈത്ത് അബ്രഹാം അക്കോർഡ് ഒപ്പിട്ടിട്ടുള്ള രാജ്യമല്ല, അവർക്ക് ഇസ്രായേലുമായിട്ട് ഒരു ബന്ധവുമില്ല. പക്ഷേ കുവൈറ്റാണ് പ്രധാനപ്പെട്ട ടാർഗറ്റായി വരുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. പശ്ചിമേഷ്യ ഏത് നിലയിലാണ് മുന്നോട്ട് പോവുക? ഇപ്പോഴത്തെ അവിടുത്തെ സ്ഥിതിവിശേഷം എന്താണ്? GCC രാഷ്ട്രങ്ങളുടെ പൊതുനിലപാട്? നമസ്കാരം. ഇന്ന് ഇപ്പോൾ കുവൈറ്റിലും ബഹ്റൈനിലും ഉണ്ടായ അറ്റാക്ക് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ സീസ് ഫയർ അനൗൺസ്മെന്റിന് ശേഷം നാം പലപ്പോഴായി പല ആഴ്ചകളിൽ ചെറിയ തോതിലുള്ള അറ്റാക്കുകൾ UAE-യിലും കുവൈറ്റിലും അല്ല അതിന് മുൻപ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇന്ന് നാം കണ്ടതാണ് ഇതുവരെ ഈ ഒരു കഴിഞ്ഞ 3 ആഴ്ചയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു അറ്റാക്ക് അല്ലെങ്കിൽ ഒരു റീറ്റാലിയേറ്ററി സ്ട്രൈക്സ് എന്ന് പറയുന്നത് ഇന്നാണ് നടന്നത്. പല ആളുകൾക്കും പരിക്കേറ്റിട്ടുണ്ട്. ഒരു ഇന്ത്യക്കാരൻ മരിക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ കുവൈറ്റ് എയർപോർട്ടിന്റെ അറ്റാക്കിൽ നിന്ന് വരുന്ന വിഷ്വൽസ് നോക്കിയാൽ തന്നെ നമുക്കത് എത്ര കനത്ത ഒരു അറ്റാക്ക് ആയിരുന്നു മനസ്സിലാക്കാം. ഇത് ഇറാനും അതുപോലെ അമേരിക്കയും തമ്മിൽ പഴിചാരുന്ന ഒരു അവസ്ഥ ഇപ്പോഴുണ്ട്. ഇറാൻ അറ്റാക്ക് ചെയ്തത് കൊണ്ട് തിരിച്ചറ്റാക്ക് ചെയ്തതാണെന്ന് അമേരിക്കയും തിരിച്ചും അവകാശവാദങ്ങൾ വരുന്നു. പക്ഷെ നമുക്ക് വ്യക്തമായി മനസ്സിലാവുന്ന ഒരു കാര്യം, ഈ ഗൾഫ് രാജ്യങ്ങൾക്കെതിരെ അറ്റാക്കുകൾ നടക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അഭിലാഷ് പറഞ്ഞതുപോലെ കുവൈറ്റ് എബ്രാഹിം അക്കോർഡ്സ് സൈൻ ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ എബ്രാഹിം അക്കോർഡ്സ് സൈൻ ചെയ്തതിന്റെ പേരിൽ അല്ല അറ്റാക്കുകൾ വരുന്നത്. UAE-യിൽ വളരെ കനത്ത അറ്റാക്കുകൾ ഉണ്ടായപ്പോൾ കുവൈറ്റ് UAE-യും ബഹ്റൈനും ഇസ്രയേലുമായി നയതന്ത്ര ബന്ധം ഉള്ള രാജ്യങ്ങളായതുകൊണ്ടാണ് എന്നൊക്കെ നിഗമനങ്ങൾ ഉണ്ടായെങ്കിൽ പോലും ഇപ്പോൾ നാം കാണുന്നത് അങ്ങനെയല്ല.
കാരണം ഈ ഗൾഫ് രാജ്യങ്ങളിൽ മിക്ക ഗൾഫ് രാജ്യങ്ങളും ഇപ്പോൾ ഒരു അമേരിക്കയുടെ സെക്യൂരിറ്റി അംബ്രലയിൽ കീഴിലുള്ള രാജ്യങ്ങളാണ് ഈ ഗൾഫ് രാജ്യങ്ങൾ ഇവർ അറ്റാക്ക് ചെയ്തത്. അപ്പോൾ ഇറാൻ ഒരു ഡയറക്റ്റ് മെസ്സേജ് കൊടുക്കുന്നത് ഇപ്പോൾ ഇന്ന് തന്നെ ഇറാന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു, കുവൈറ്റിനെതിരെ നടത്തിയ ആക്രമണം ഒരു പാഠമാവണം എന്നൊക്കെ. ഇപ്പോൾ ഇന്ന് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നിരിക്കുന്നത് പ്രസിഡൻഷ്യൽ അഡ്വൈസറായ ഡോക്ടർ അൻവർ ഗർഗാഷിന്റെ ഒരു 2 മണിക്കൂർ മുൻപ് അദ്ദേഹം പോസ്റ്റ് ചെയ്തത്, ഒരു ഗൾഫ് രാജ്യങ്ങളിൽ ഇത്തരം അറ്റാക്കുകൾ ഉണ്ടാകുമ്പോൾ ഗൾഫ് രാജ്യങ്ങൾ ഇത്തരത്തിൽ ഒരു ഇറാനിയൻ എഗ്രഷനെതിരെ ഒരു യൂണിഫൈഡ് അപ്രോച്ച് ഉണ്ടായിരിക്കണം എന്നാണ്. അദ്ദേഹം പറഞ്ഞതിൽ വ്യക്തമായൊരു കാരണമുണ്ട്. കാരണം ഈ ഗൾഫ് രാജ്യങ്ങൾക്ക് ഇപ്പൊ നേറ്റോയിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഈവൻ സൗദി അറേബ്യയും പാകിസ്ഥാനും ഒക്കെ സൈൻ ചെയ്തിരിക്കുന്നത് പോലെ ഒരു യൂണിഫൈഡ് ഡിഫൻസ് ട്രീറ്റി ഇല്ല. ഇപ്പോൾ കഴിഞ്ഞ ഈ യുദ്ധം തുടങ്ങിയ ഫെബ്രുവരി 28 മുതൽ നമുക്ക് നോക്കിയാൽ ഒരു ഗൾഫ് രാജ്യത്തിന് ആക്രമണം ഉണ്ടായാൽ മാക്സിമം എന്താണ് നാം കാണുന്നത്, മറ്റു GCC രാജ്യങ്ങളിൽ നിന്ന് വളരെ ശക്തമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തു വരും. ഇത് ടെററിസ്റ്റ് അറ്റാക്ക് ആണ്, ഇതിനെ നമ്മൾ നിശിതമായി വിമർശിക്കുന്നു, ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ അല്ലാതെ ഇവർ തമ്മിൽ ഒരു ജോയിന്റ് കോഓപ്പറേഷനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഡിഫൻസ് എഗ്രിമെന്റ് ഇല്ല. ഇത് തന്നെയാണ് ഡോക്ടർ അൻവർ ഗർഗാഷ് പലവട്ടം അദ്ദേഹത്തിന്റെ മുൻപുള്ള പോസ്റ്റുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു യൂണിറ്റി ഇല്ല, അല്ലെങ്കിൽ UAE വാസ് ഡിസപ്പോയിന്റഡ് ബൈ ദ റെസ്പോൺസ് ഫ്രം അതർ ഗൾഫ് സ്റ്റേറ്റ്സ് എന്നൊക്കെ അദ്ദേഹം മുൻപ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. പിന്നീട് രണ്ടാമത് കാര്യം, ഇപ്പോൾ ഈ ട്രംപിന്റെ ഈ ചർച്ചാ വിഷയങ്ങളിൽ നമുക്കറിയാം ചർച്ച എവിടെ മുന്നോട്ട് പോകാതെ നിൽക്കുകയാണ്. ഇതിന്റെ സെൻട്രൽ ഒരു പോയിന്റ് ഓഫ് കോൺടെസ്റ്റ് ആയി നിൽക്കുന്നത് ലെബനനാണ്. ലെബനനിൽ നിന്ന് വരുന്ന വാർത്തകൾ കഴിഞ്ഞ ഒരാഴ്ചയോളമായി നാം വീക്ഷിക്കുകയാണെങ്കിൽ വളരെ കനത്ത രീതിയിലാണ് ഇസ്രയേലിന്റെ ആക്രമണങ്ങൾ നടക്കുന്നത്. ട്രംപ് നേരിട്ട് ടെലിഫോണിൽ വിളിച്ച് അദ്ദേഹം തെറി വിളിച്ചു എന്നാണ് ആക്സിയോസ് എന്ന മാധ്യമം റിപ്പോർട്ട് ചെയ്തത്. ആർ യു ക്രേസി എന്ന് ചോദിച്ച് അദ്ദേഹത്തിന് വളരെ മോശമായ ഭാഷയിൽ നേതന്യാഹുവിനെ മേൽത്ത് പ്രഷർ ചെലുത്തി ബെയ്റൂത്തിനെ എഗെയിൻസ്റ്റ് ഒരു അറ്റാക്ക് നടക്കുന്നില്ലെങ്കിൽ പോലും 3400 കൂടുതൽ ആളുകളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. പക്ഷെ ഇത് പറയുമ്പോൾ തന്നെ ഓരോ ദിവസവും ഹെസ്ബുള്ള നോർത്തേൺ ഇസ്രായേലിൽ നടത്തുന്ന റോക്കറ്റ് ആൻഡ് മിസൈൽ അറ്റാക്കുകളും എന്നും ഒരേ തരത്തിൽ തന്നെ ഇപ്പോഴും ഇറ്റ് ഹസ് ബീൻ റിലന്റ്ലെസ്ലി they have been attacking Israel. അപ്പോൾ ഈ ലെബനനിൽ ഒരു സമാധാനമില്ലാതെ ഇനി ചർച്ചയ്ക്ക് മുന്നോട്ടില്ല എന്ന് ഇറാൻ തീരുമാനിച്ച സ്ഥിതിക്ക് എവിടേക്കാണ് ഇനി സമാധാനത്തിലേക്കുള്ള ഒരു വഴി, വേർ ഇസ് ദ വേ ഫോർവേഡ് എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ അമേരിക്ക ഇറാന്റെ പോർട്ടുകളെ അറ്റാക്ക് ചെയ്യുകയും ഈ നാവിക ഉപരോധം കണ്ടിന്യൂ ചെയ്യുന്നിടത്തോളം കാലം ഇപ്പോൾ ഇറാൻ വ്യക്തമാക്കിയിട്ടുള്ളത് ഗൾഫ് രാജ്യങ്ങളെ തിരിച്ചടിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഇപ്പോൾ ഗൾഫിന്റെ സുരക്ഷ വലിയൊരു ചോദ്യചിഹ്നമായി തന്നെയാണ് നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഗൗരവമുള്ള സാഹചര്യമാണ്. ശ്രീ എം ഷിനാസ്, ഇന്നിപ്പോൾ ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തത് ബെഞ്ചമിൻ നെതന്യാഹുവും ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ഫോൺ സംഭാഷണം വളരെ ഹീറ്റഡ് ആയിരുന്നു. 2-3 തവണ F വേർഡ് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഇസ്രായേൽ പ്രധാനമന്ത്രിയെ വിളിക്കാൻ വേണ്ടി ഉപയോഗിച്ചു എന്നാണ് അതിൻ്റെ ലിറ്ററൽ രൂപം. നമ്മൾ കാണുമ്പോൾ പച്ചക്ക് ചീത്ത വിളിച്ചിരിക്കുകയാണ് ഇസ്രയേലി പ്രധാനമന്ത്രിയെ. നിങ്ങൾ എന്ത് തോന്നിയാസമാണ് ഈ കാണിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട്. യഥാർത്ഥത്തിൽ ഡൊണാൾഡ് ട്രംപ് ഈ യുദ്ധത്തിന്റെ ഹീറ്റ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണോ? ഫെബ്രുവരി 28 തുടങ്ങി ഇപ്പോഴും അതൊരു കൺക്ലൂഷനിലേക്ക് എത്തിയിട്ടില്ല. ഇവിടെ നേരത്തെ നിർമ്മൽ സൂചിപ്പിച്ചതുപോലെ ഇലക്ഷൻസ് മിഡ് ടൈം വരുന്നു. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ വലിയ തോതിൽ നേരത്തെ ഡെമോക്രാറ്റ്സ് മാത്രമായിരുന്നു എതിർത്തിരുന്നത് എങ്കിൽ റിപ്പബ്ലിക്കൻ പക്ഷത്തും വലിയ തോതിലുള്ള ഒരു ജനവികാരം ഉണ്ടാവുന്നു. ജനങ്ങളെതിരാണ്. പെട്ടുപോയ അവസ്ഥയിലായോ ഡൊണാൾഡ് ട്രംപ്? അഭിലാഷ്, എന്നോടാണോ ചോദ്യം? അഭിലാഷ്, ആക്സിയോസിന്റെ ആ റിപ്പോർട്ട് ഞാനും വായിച്ചു. അതിൽ നല്ല അസഭ്യം തന്നെ നെതന്യാഹുവിനെ ട്രംപ് വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ വാസ്തവത്തിൽ ട്രംപ് അകപ്പെട്ടിരിക്കുന്നത്, അതായത് അമേരിക്കയോട് താരതമ്യപ്പെടുത്തുമ്പോൾ ഇറാന് സൈനിക ശക്തിയിലോ സാമ്പത്തിക ശക്തിയിലോ വളരെ വളരെ തുലവും കുറവായിട്ടുള്ള ഒരു നിസ്സാര ശക്തിയാണ്. അമേരിക്ക എന്ന സൂപ്പർ പവർ ലോകത്തെ മറ്റേത് രാജ്യങ്ങളെക്കാളും ഏറ്റവും ശക്തമായിട്ടുള്ള സൈനിക ശക്തിയുള്ള രാജ്യമാണ് അമേരിക്ക. ആ അമേരിക്കക്ക് ഇറാനെ പോലുള്ള രാഷ്ട്രത്തെ പരാജയപ്പെടുത്താൻ പറ്റിയിട്ടില്ല. അതേസമയം തന്നെ ഇസ്രായേൽ എന്ന സഖ്യകക്ഷിയെ നിയന്ത്രിക്കാനും പറ്റുന്നില്ല. അപ്പോൾ ഇറാനെ സൈനികമായി പരാജയപ്പെടുത്താൻ മുട്ടുകുത്തിക്കാൻ പറ്റിയില്ല. എന്നാൽ ഇസ്രായേലിനെ പോലുള്ള നെതന്യാഹു കാർമ്മികത്വം നൽകുന്ന ആ സർക്കാരിനെ നിയന്ത്രിക്കാനോ
അതിനെ വരുതിയിൽ നിർത്താനോ ട്രംപിന് പറ്റുന്നില്ല. അപ്പം ഞാനിങ്ങനെ ഓർത്തു പോകുന്നത് വിയറ്റ്നാം യുദ്ധകാലത്ത് 1963 മുതൽ 69 വരെ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ലിൻഡൻ ബി ജോൺസൺ 1965 അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്ന അദ്ദേഹത്തിൻ്റെ പങ്കാളിയായിരുന്ന ലേഡി ബേർഡ് ജോൺസണോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ യുദ്ധമധ്യേ വിയറ്റ്നാം യുദ്ധത്തിൻ്റെ ചതുപ്പിൽ അമേരിക്ക പെട്ടുകിടക്കുകയാണ്. അപ്പോൾ ലിൻഡൻ ബി ജോൺസൺ തൻ്റെ പങ്കാളിയോട് പറയുകയാണ്, എൻ്റെ മുമ്പിൽ 2 മാർഗങ്ങളാണുള്ളത്. ഒന്നുകിൽ അത്യാഹിത പട്ടിക, കൊല്ലപ്പെടുന്നവരുടെ പട്ടിക നീണ്ടു പോകും, നെടുങ്കൻ പട്ടികയായി മാറും. അല്ലെങ്കിൽ മാനം കെട്ട് അഭിമാന ഭംഗത്തോടെ ഇതിൽ നിന്ന് പിന്മാറേണ്ടി വരും. തുടർന്ന് ലിൻഡൻ ബി ജോൺസൺ പറയുന്നു, താനൊരു വിമാനത്തിൽ എയ്റോപ്ലെയിനിൽ പെട്ടുപോയ പോലെയാണ്. ആ എയ്റോപ്ലെയിനിന് 2 മാർഗങ്ങളേ ഉള്ളൂ. ഒന്നുകിൽ നിലത്ത് ഇടിച്ചിറക്കുക, അല്ലെങ്കിൽ എനിക്ക് പുറത്തേക്ക് ചാടേണ്ടി വരും, പക്ഷേ പാരച്യൂട്ടില്ല. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു ധർമ്മസങ്കടത്തിൽ ട്രംപ് അകപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ യുദ്ധം ആരംഭിച്ചപ്പോൾ, ഇപ്പോൾ 2025 ജൂൺ യുദ്ധമല്ല, ഈ 2026 ഫെബ്രുവരി 28 തുടങ്ങിയ യുദ്ധം ആരംഭിച്ചപ്പോൾ ഇസ്രായേലും അമേരിക്കയും ഒരുപോലെ ആവശ്യപ്പെട്ടത് വളരെ സ്വീപ്പിംഗ് ആയിട്ടുള്ള വലിയ ലക്ഷ്യങ്ങളായിരുന്നു. ഒന്ന് റെജിം ചേഞ്ച്, ഭരണമാറ്റം, അത് നടന്നില്ല. 2 മിസൈൽ ആൻഡ് ന്യൂക്ലിയർ പ്രോഗ്രാംസിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഇല്ലാതാക്കൽ, അത് നടന്നില്ല. അതുപോലെ തന്നെ നോൺ സ്റ്റേറ്റ് അലീസ്, ഈ ഹമാസ്, ഹെസ്ബുല്ല, അതുപോലെ ഹൂത്തീസ്, അവർക്കുള്ള പിന്തുണ വിച്ഛേദം അല്ലെങ്കിൽ ബന്ധവിച്ഛേദം, അത് നടന്നില്ല. ഇപ്പോൾ ചുരുങ്ങി അവസാനം ഈ ആണവ കാര്യത്തിലേക്ക് മാത്രം കാര്യങ്ങൾ ചുരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഈ ആണവ കാര്യത്തിലാവട്ടെ ബരാക് ഒബാമ 2013 മുതൽ ചർച്ച നടത്തുകയും ഈ P5+1 രാജ്യങ്ങൾ, അമേരിക്ക, റഷ്യ, ഇവരൊക്കെ കൂടി, ബ്രിട്ടൻ, അതുപോലെ ഫ്രാൻസ്, ജർമ്മനി, ഇവരൊക്കെ കൂടി 2015 ഒരു കരാറിലെത്തിയപ്പോൾ ഇപ്പോൾ 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം 440 കിലോഗ്രാം ഉണ്ടെന്ന് പറയുന്നു. അത് 2015 കരാറിൽ ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം 3.67% സമ്പുഷ്ടീകരിച്ച അവസ്ഥയിലേക്ക് താഴ്ത്താമെന്ന് സമ്മതിച്ചതും, അത്തരം സമ്പുഷ്ടീകരിച്ച യുറേനിയം സിവിലിയൻ ആണവ ആവശ്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അന്ന് തന്നെ അണുബോംബ് അല്ലെങ്കിൽ ന്യൂക്ലിയർ വെപ്പൺ, അതിനു വേണ്ട സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ടാക്കി ഏതാണ്ട് 10-15 കൊല്ലത്തേക്ക് ആ യത്നത്തിൽ തങ്ങൾ ഏർപ്പെടില്ലെന്ന് ഇറാൻ സമ്മതിച്ചതാണ്. ആ ഒരു അവസ്ഥയിലേക്ക് പോലും ഇപ്പോൾ ട്രംപിന് യുദ്ധം കൊണ്ടൊന്നും നേടിയില്ല, ഈ ഡിപ്ലോമസി കൊണ്ട്. ഇപ്പോൾ സ്റ്റാർട്ട് എന്നുള്ള മട്ടിലാണ്. അപ്പോൾ ഈ കുവൈത്തിനെ ഇപ്പോൾ ആക്രമിച്ചു, ബഹ്റിനെ ആക്രമിച്ചു. അപ്പോൾ ഇത് ഇറാൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ട്രയാങ്കുലർ കൊയേഷൻ, ത്രികോണ ബലപ്രയോഗം എന്ന് വെച്ചാൽ പേർഷ്യൻ ഗൾഫിൽ ഉടനീളമുള്ള അമേരിക്കൻ ബേസസിനെ ഇറാൻ ആക്രമിച്ചു. അപ്പോൾ അമേരിക്ക ഔദ്യോഗികമായി അറിയിച്ചതിനേക്കാൾ കനത്ത നാശനഷ്ടങ്ങളാണ് ഓരോ അമേരിക്കൻ ബേസിലും ഉണ്ടായതെന്ന് ഈയിടെയാണ് വാർത്തകൾ അമേരിക്കയിൽ നിന്ന് തന്നെ പുറത്തു വരാൻ തുടങ്ങിയത്. മാത്രമല്ല, അതോടൊപ്പം തന്നെ ഈ അമേരിക്കൻ സുരക്ഷാ കുടയിലുള്ള GCC രാജ്യങ്ങൾ, സൗദി അറേബ്യ, ഖത്തർ, കുവൈത്ത്, ബഹ്റിൻ, ഒമാൻ, അതുപോലെ ഈ 6 രാജ്യങ്ങൾ, ഈ GCC രാജ്യങ്ങൾക്ക് ഏതാണ്ട് 4 പതിറ്റാണ്ടിലധികം നൽകുന്ന സുരക്ഷാ കുടക്ക് യാതൊരു തരത്തിലുള്ള ഭദ്രതയും വിശ്വാസ്യതയും ഇല്ലെന്ന് തുടരെ ഉത്തരോത്തരം ഇറാൻ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ ത്രികോണ കൊയേഷൻ ബലപ്രയോഗത്തിലെ 2ാമത്തെ ഇത്. 3ാമത്തത് അമേരിക്ക അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾ പ്രതീക്ഷിക്കാത്തത് സ്ട്രേറ്റ് ഓഫ് ഹോമൂസ് കടലിടുക്ക് ഇറാൻ നിയന്ത്രണത്തിലാക്കി. അവിടെ അമേരിക്ക പെട്ടു. അപ്പോൾ ഈ 3 തരത്തിലുള്ള ത്രികോണ ബലപ്രയോഗത്തിലൂടെ അമേരിക്കയെ വലിയ തോതിലുള്ള ധർമ്മസങ്കടത്തിലാഴ്ത്തിയ ഒരു കൊച്ചു വിയറ്റ്നാം. ഇപ്പോൾ ഗാർഡിയൻ പത്രത്തിൽ 2-3 ദിവസം മുമ്പ് പ്രത്യക്ഷപ്പെട്ട ഒരു എഡിറ്റോറിയൽ ലേഖനം, അത് ഒരു വിയറ്റ്നാമിൻ്റെ ദിശയിലേക്ക് നീങ്ങുന്നു എന്നാണ്. അപ്പോൾ ഈ ലക്ഷ്യങ്ങളൊക്കെ ചുരുങ്ങി ഇപ്പോൾ ഇസ്രായേലിൻ്റെ ആവശ്യമായിരുന്നു ഇറാനെ ആണവായുധ വിമുക്തമാക്കുക, അല്ലെങ്കിൽ ആണവായുധാർജന ശേഷിയിൽ നിന്ന് പരിപൂർണമായി
പിന്തിരിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ അമേരിക്കയുടെ മിസ്കാൽക്കുലേഷൻ, ഈ യുദ്ധത്തെ പറ്റിയുള്ള ബാഡ് പ്ലാനിങ്, അമേരിക്ക വിചാരിച്ചത് ഇറാൻ്റെ പരമോന്നത നേതാവിനെ വധിച്ചാൽ ഇറാൻ ഭരണകൂടം അപ്പാടെ അടപടലം വീഴും എന്നായിരുന്നു. അത് സംഭവിച്ചില്ല. അതേസമയം സദ്ദാം ഹുസൈൻ്റെ കാര്യം വേറെയാണ്. ഇറാഖിൽ സദ്ദാം ഹുസൈനായിരുന്നു ഭരണസ്തംഭം, മൂലസ്തംഭം. അപ്പോൾ സദ്ദാം ഹുസൈൻ്റെ ആ കാര്യം കഴിഞ്ഞതോടെ ഇറാഖി സൈന്യം ഛിന്ന ഭിന്നമായി. പക്ഷേ ഇറാനിൽ അത് സംഭവിച്ചില്ല. ഇറാനിൽ മറ്റ് പല കാര്യങ്ങളും സംഭവിച്ചു. തീർച്ചയായിട്ടും അതൊരു യുദ്ധത്തോടെ വലിയ തോതിൽ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരുന്നു. അത് ഇറാൻ ആ നിലയ്ക്ക് തന്നെ മുന്നോട്ട് പോകുമ്പോൾ ഈ യുദ്ധം നീളുകയാണ്. ഡോക്ടർ ലിറാർ, എപ്പോ അവസാനം എന്നുള്ളത് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഇപ്പൊ ഗൾഫ് രാഷ്ട്രങ്ങളെ എടുത്താൽ അവർ ഇതിനോടകം തന്നെ ഹോർമൂസ് കടലിടുക്കിന്റെ ഉപരോധം കൊണ്ട് വലയുകയാണ്. അവരെ സംബന്ധിച്ചത് വലിയ നഷ്ടം, സാമ്പത്തികമായി വലിയ നഷ്ടം ഉണ്ടാക്കുന്നുണ്ട്. അതിനു പുറമെ ഈ തരത്തിലുള്ള ആക്രമണം കൂടിയാകുമ്പോൾ വലിയ തോതിൽ ദുർബലപ്പെടുന്നുണ്ട് ഈ രാഷ്ട്രങ്ങളൊക്കെ. പലയിടത്തും തൊഴിൽ പ്രതിസന്ധിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകാം സമീപ ഭാവിയിൽ എന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇറാൻ ഇപ്പോൾ കുറെ കൂടി ഇൻറ്റൻസിഫൈ ചെയ്യുകയാണ് അവരുടെ ആക്രമണം എങ്കിൽ എന്തായിരിക്കും അതിൻ്റെ അടുത്ത അതിൻ്റെ പ്രതിഫലനം, അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കുമെന്ന് നമ്മൾ വിചാരിക്കണം. അഭിലാഷ്, നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു യുദ്ധം തുടങ്ങിയപ്പം നമ്മൾ കൃത്യമായിട്ട് അമേരിക്കക്കും ഇസ്രായേലിനും കൃത്യമായിട്ട് ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. അത് വൺ ബൈ വൺ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, ഒന്ന് ഇറാനിലെ ഒരു ഭരണ മാറ്റം തന്നെയായിരുന്നു. അത് കൃത്യമായിട്ട് ഇറാനിലെ നിലവിലുണ്ടായിരുന്ന ആയത്തുള്ള ഖമനിയെ പോലത്തെ ആളുകളെ ഉന്മൂലനം ചെയ്ത് ടോപ്പ് ലീഡേഴ്സിനെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ള തന്ത്രമായിരുന്നു. അത് കൃത്യമായിട്ട് അവർ നിറവേറ്റി. പക്ഷെ അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് വരുമ്പം എന്താണ്, ഇസ്രായേലിനും അതേപോലെ അമേരിക്കക്കും പരാജയം സംഭവിച്ചു. അതായത് അവിടെ ഒരു ഭരണമാറ്റം അവർ ഉദ്ദേശിച്ച രീതിയിൽ നടപ്പാക്കാൻ പറ്റില്ല. നേരത്തെ ശ്രീ ഷിനാസ് പറഞ്ഞ പോലെ ഇറാഖിൽ സംഭവിച്ച പോലെ ഒരു സദ്ദാം ഹുസൈന് ശേഷം ഒരു ഭരണമാറ്റം അത്തരത്തിൽ ഇറാനിൽ സംഭവിച്ചില്ല. രണ്ടാമത്തെ ലക്ഷ്യം നമ്മൾ പറഞ്ഞു യുറേനിയം എൻറിച്ച്മെൻറ്റ് ബന്ധപ്പെട്ടതായിരുന്നു. അതും ഇപ്പോഴും ചർച്ച നടക്കുന്ന ഒരു സംഭവം മാത്രമേ. ഒരുപക്ഷെ അമേരിക്കക്കും ഇസ്രായേലിനും ഇപ്പോഴും പൂർണ്ണമായിട്ടും തുടച്ചു നീക്കാൻ കഴിയാത്ത ഒരു സംഭവമാണ് ഇറാൻ്റെ ഈ ഒരു ന്യൂക്ലിയർ ഫെസിലിറ്റീസും ഇറാനും അല്ലെങ്കിൽ യുറേനിയം എൻറിച്ച്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നെ ഇപ്പം നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട അടുത്തൊരു ഒബ്ജക്റ്റീവ്സ് ആക്ച്വലി ഒരു നമുക്ക് തമാശ രൂപത്തിൽ നേരത്തെ തുറന്നു കിടന്നിരുന്ന സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് വീണ്ടും തുറക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോഴത്തെ പല ചർച്ചകളുടെയും ഓരോ ഘട്ടത്തിലെയും കൂടുതൽ ചർച്ച നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അതാണ്. പക്ഷേ ഇതിനപ്പുറത്തായിട്ട് ഇപ്പം അഭിലാഷ് ചോദിച്ച പോലെ ഈ ഒരു യുദ്ധം ഏത് തലത്തിലേക്കാണ് ഇനി പോവുക, ഏതൊക്കെ രാഷ്ട്രങ്ങളെ ബാധിക്കും? അത് ഗൾഫ് രാഷ്ട്രങ്ങൾ മാത്രമല്ല, പശ്ചിമേഷ്യ മുഴുവൻ തന്നെ പല തരത്തിൽ ബാധിക്കും. പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു യുദ്ധം നടക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ചർച്ചയിൽ കൂടുതൽ വരുന്നത് ഇറാൻ ഇസ്രായേൽ അല്ലെങ്കിൽ ഇറാൻ അമേരിക്ക ചർച്ചയോ അല്ലെങ്കിൽ യുദ്ധം എന്നുള്ള രീതിയിൽ. പക്ഷെ അതിനപ്പുറത്തായിട്ട് പാരലായിട്ട് ലെബനോനിൽ മാസങ്ങളായിട്ട് സംഘർഷം നടക്കുന്നു. അതുപോലെ തന്നെ ഗാസയിലും വെസ്റ്റ് ബാങ്കിലും ഇൻവേഷനും അതേപോലെ ഇസ്രായേലി ഈ അറ്റാക്സും കാര്യങ്ങളും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതിനൊന്നും ഒരു പ്രോപ്പർലി മീഡിയ അറ്റൻഷൻ കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ ലെബനോനിൽ റീസെൻ്റ് ആയിട്ട് നടക്കുന്ന അറ്റാക്ക്, പ്രത്യേകിച്ച് ലെബനോന്റെ തലസ്ഥാനമായ ബെയ്റൂട്ട് വരെ എത്തിയ കോണ്ടാക്സിൽ പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും അത് ചർച്ച ചെയ്യുന്നുണ്ട്. ഈവൻ ട്രംപ് തന്നെ നേരിട്ട് ഇടപെടുന്ന ഒരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങളെത്തി. ട്രംപ് തന്നെ പലപ്പോഴും പല കോണ്ടക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് സമാധാന ചർച്ചകൾ ലബനീസ് പ്രസിഡന്റും അതേപോലെ ഇസ്രായേലി പ്രൈം മിനിസ്റ്ററുമായിട്ട് തമ്മിൽ ചർച്ച നടക്കുന്നു, അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലെത്തുമെന്ന് പറയുന്നത്. പക്ഷേ അടുത്ത മൊമെന്റിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ലെബനോന്റെ സദേൺ ലെബനോൺ ഏതാണ്ട് പൂർണ്ണമായിട്ട് ഇസ്രായേൽ ഇൻവേഷൻ നടന്ന ഒരു റിപ്പോർട്ടാണ് നമുക്ക് കിട്ടുന്നത്. പ്രത്യേകിച്ച് നമുക്ക് 1982 ശേഷം ഇസ്രായേൽ നടത്തുന്ന അത്ര ഒരു മാസീവ് ഇൻവേഷനായിട്ട് വേണമെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. 1982 മുതൽ 2000 വരെ ഇസ്രായേലിൻ്റെ ഒരു ഇൻവേഷൻ ഒരു കൺട്രോളിലായിരുന്നു ലെബനോന്റെ സദേൺ ടെറിട്ടറി ഏതാണ്ട് മുഴുവനായിട്ട്. നമുക്ക് കാരണം 1982 വളരെ നൊട്ടോറിയസ് ആയിട്ടുള്ള സാബ്ര ഷാത്തില മസാക്കറൊക്കെ നടക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഒരു പക്ഷേ 2000 അവർ പിൻവാങ്ങിയതിന് ശേഷം ഇത്തരത്തിൽ ഒരു പക്ഷേ 25 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഇസ്രായേൽ ഇത്തരത്തിലുള്ള ഒരു വലിയ ഇൻവേഷൻ നടക്കുന്നതും തന്ത്രപ്രധാനമായ പല സ്ഥലങ്ങളും കൈയടക്കുന്നതും അല്ലെങ്കിൽ അത് ഹിസ്ബുള്ളയെ തകർക്കുക എന്നതിനപ്പുറത്തായിട്ട് ഈ ലെബനോന്റെ സോവർണിറ്റിയെയും കടന്നു കയറി അല്ലെങ്കിൽ ലെബനോന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പോർഷൻ സദേൺ ലെബനോന്റെ വലിയൊരു പോർഷൻ തന്നെ കവർന്നെടുക്കുന്ന വിഴുങ്ങുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തു. അപ്പം ഈ ഒരു ഘട്ടത്തിലാണ് ഇറാൻ പീസ് ടോക്കിൽ ഒരു പുതിയ ഉടമ്പടി വെക്കുന്നത്. അത് നേരത്തെ ഒബ്ജക്റ്റീവ്സിൽ ഇല്ലാത്ത പല സംഗതികളും പുതിയ പീസ് ടോക്സിൽ വരികയാണ്. അതിൽ ഇറാൻ പറഞ്ഞ കാര്യം കൃത്യമായിട്ട് ലെബനീസ് ഇൻവേഷൻ അതേപോലെ ഗാസയിലുള്ള ഇൻവേഷൻ ഇസ്രായേൽ നിർത്താത്തിടത്തോളം കാലം ദർ ഇസ് നോ സ്കോപ്പ് ഫോർ എ പീസ് ടോക്ക് അല്ലെങ്കിൽ സീസ് ഫയറിന് ഒരു സാധ്യതയില്ല, അമേരിക്ക അതിന് മുതിരണ്ട എന്നുള്ള കൃത്യമായ സന്ദേശം ഇറാൻ പല ഘട്ടത്തിൽ പ്രത്യേകിച്ച് ഈ
ഒരു അവസാനത്തെ ഒരു മാസം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ ഒരു എസ്കലേഷൻ ഇത് ഏത് ഡയറക്ഷനിലേക്ക് പിന്നെ അത് നീങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. അമേരിക്ക എന്താണ് ഉദ്ദേശിച്ചത് ആ ഒരു പോയിന്റിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ടില്ല. അതേസമയം ഇസ്രായേലിൻ്റെ ലക്ഷ്യങ്ങൾ ഞാൻ എൻ്റെ ഒരു ഒബ്സർവേഷനിൽ ഇസ്രായേലിൻ്റെ ലക്ഷ്യങ്ങൾ അവർ പല രീതിയിൽ അവർ നേടിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് എക്സ്പാൻഷൻ ഓഫ് ഇസ്രായേലി ടെറിറ്ററി, അല്ലെങ്കിൽ ഇസ്രായേലി കൺട്രോൾഡ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ഉള്ള ഏരിയകളെ എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ള പോളിസി. അതിപ്പം നമുക്കറിയാം ഗാസ ഇൻവേഷൻ തുടങ്ങിയതിനു ശേഷം ഏറെക്കുറെ പൂർണ്ണമായിട്ട് ഗാസ അവർ കൺട്രോളാക്കി കഴിഞ്ഞു. ഹമാസിനെ ഏതാണ്ട് പൂർണ്ണമായിട്ട് തുടച്ചു നീക്കിയെന്ന് വേണമെങ്കിൽ പറയും. ഹിസ്ബുള്ളയെ പൂർണ്ണമായിട്ടും തുടച്ചു നീക്കിയിട്ടില്ലെങ്കിൽ കൂടി അവരെ മറ്റൊരു എക്സ്പാൻഷൻ റീജിയൻ ആയിട്ടുള്ള സദേൺ ലെബനൻ അവർ ഏറെക്കുറെ കൈയടക്കി കഴിഞ്ഞു. അപ്പോൾ ആ തരത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒബ്ജക്റ്റീവ്സ് കുറേ നേടി എന്ന് വേണമെങ്കിൽ പറയാം. അതേപോലെ ഇറാനിൽ അവരെ ആയത്തുള്ള ഖമനൈ അവരെ എലിമിനേറ്റ് ചെയ്തു. ഭരണമാറ്റം സംഭവിച്ചിട്ടില്ലെങ്കിൽ കൂടി ഒരു താൽക്കാലികമായിട്ടെങ്കിലും അവർ ഒബ്ജക്റ്റീവ്സ് അവർ നേടി. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ സഖ്യകക്ഷികളായിട്ടുള്ള GCC രാഷ്ട്രങ്ങൾ, അത് സൗദി അറേബ്യ ആയിക്കോട്ടെ, ബഹ്റൈൻ, ഒമാൻ, ഖത്തർ, UAE, കുവൈത്ത്, ഏതാണ്ട് എല്ലാ രാഷ്ട്രങ്ങൾക്കും നഷ്ടങ്ങൾ മാത്രമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കി ചെറിയ ഗൾഫ് രാഷ്ട്രങ്ങളായിട്ട് കുവൈത്ത്, അതേപോലെ ബഹ്റൈൻ പോലത്തെ രാഷ്ട്രങ്ങൾക്കാണ് കൂടുതൽ നാശം. ഇപ്പോൾ നമ്മൾ റീസെൻ്റായിട്ട് ഇന്നലെയൊക്കെയായിട്ട് നടന്ന ഇറാനിയൻ അറ്റാക്സ് കൂടുതലായിട്ട് നടന്നത് ബഹ്റൈനും അതേപോലെ കുവൈത്തിനാണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം അമേരിക്കൻ നാവൽ ബേസ് ഇപ്പം ബഹ്റൈൻ്റെ മനാമയിലുള്ള അമേരിക്കയുടെ 5th ഫ്ലീറ്റിനാണ് കൂടുതൽ ടാർഗറ്റ്, അവിടുത്തെ ബേസിനെയും അതേപോലെ തന്നെ പിന്നെ കുവൈത്തിനാണ് ടാർഗറ്റ് ചെയ്യപ്പെട്ടത്. പിന്നെ ഇതിനു മുമ്പ് കൂടുതൽ അറ്റാക്സ് നടന്ന UAE-ക്കെതിരെ. നമുക്കറിയാം ഈ ഒരു മേഖലയിൽ ഗൾഫ് രാഷ്ട്രങ്ങളിൽ ഇസ്രായേലുമായിട്ട് ഡിപ്ലോമാറ്റിക് റിലേഷൻസ് അത് അബ്രഹാം അക്കോർഡിലൂടെ സൈൻ ചെയ്ത പ്രധാനപ്പെട്ട 2 GCC രാഷ്ട്രങ്ങളാണ് ബഹ്റൈനും അതേപോലെ UAE-യും. അപ്പോൾ ഈ 2 രാഷ്ട്രങ്ങളും അത് പ്ലസ് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ കുവൈത്താണ് ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യപ്പെട്ട 3 രാഷ്ട്രങ്ങൾ ഗൾഫ് മേഖലയിൽ. ഒമാൻ ഞാൻ മനസ്സിലാക്കുന്നത് കമ്പാരിറ്റീവ്ലി അത്ര ടാർഗറ്റ് ചെയ്യപ്പെട്ടില്ല. പക്ഷേ ഒമാൻ്റെ ഇവിടെ ഈ ഒരു റീജിയനിൽ പ്രസക്തി നമ്മൾ കാണുന്നത് വെച്ചാൽ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് എന്നുള്ള ഒരു സ്ട്രാറ്റജിക് ചോക്ക് പോയിന്റ്, വാട്ടർ ബോഡി അല്ലെങ്കിൽ ആ ഒരു മാരിടൈം ട്രേഡ് റൂട്ടിനെ കൺട്രോൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രം ഇറാനെ കൂടാതെ മറ്റൊരു രാഷ്ട്രം ആക്ച്വലി അത് ഒമാനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു പിക്ചറിൽ ഇപ്പം റീസെൻ്റായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതായത് ഇറാൻ്റെ ഒരു ആവശ്യം ഈ ഒരു സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിൽ അവർ ടാക്സ് പെരുക്കും, അതിലൂടെ പാസ് ചെയ്യുന്ന ഓരോ ഷിപ്പിനും കൃത്യമായിട്ട് ടാക്സ് പേ ചെയ്തെങ്കിൽ മാത്രമേ അത് വഴി കടക്കാൻ പറ്റൂ എന്നുള്ള ഒരു കണ്ടീഷൻ വെച്ചപ്പം അതിൽ ഒമാനെയും കൂടിയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആക്ച്വലി ഇറാൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തി. അപ്പം അമേരിക്ക കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈവൻ അമേരിക്കയുടെ ഒരു സഖ്യത്തിൽ വരുന്ന രാഷ്ട്രമായിട്ട് പോലും ഒമാനെയും വേണമെങ്കിൽ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് കൃത്യമായിട്ട് ട്രംപ് വാൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇപ്പോഴത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് അഗെയിൻ ഗൾഫ് കൺട്രീസിനെ തന്നെയാണ് കൂടുതലായിട്ട് ടാർഗറ്റ് ചെയ്യപ്പെടാൻ സാധ്യത. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഡയറക്റ്റായിട്ട് അമേരിക്കയിൽ ഒരു ബോംബ് കൊണ്ടുവിടുക എന്നുള്ളത് ഒരിക്കലും പോസിബിൾ അല്ല. പിന്നെ ഈ ഒരു ഘട്ടത്തിൽ ഇസ്രായേൽ എത്രത്തോളം ഡയറക്റ്റായിട്ട് ഇതിൽ അമേരിക്കൻ്റെ കൂടെ നിന്ന് ഇറാനെതിരെ എത്ര മാസീവായിട്ട് അറ്റാക്ക് ചെയ്യപ്പെടും അതിനനുസരിച്ചായിരിക്കും സ്വാഭാവികമായിട്ടും ഇറാന്റെ തിരിച്ചടി ഇസ്രായേലിലേക്ക് പോകുന്നത്. അപ്പോൾ അതേസമയം നിലവിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഗൾഫിനെ മാത്രം ടാർഗറ്റ് ചെയ്യുക എന്നുള്ളതാണ് പോസിബിലിറ്റി. അതാണ് അവരുടെ സ്ട്രാറ്റജി. അവിടെ ശ്രീമതി അഞ്ജന, ഗൾഫ് രാഷ്ട്രങ്ങളെ സംബന്ധിച്ച് ഗൾഫ് രാഷ്ട്രങ്ങൾ ഈ ഫെബ്രുവരി 28 മുതൽ സഹിക്കുകയാണ്. വലിയ പ്രശ്നം ഇപ്പോൾ തന്നെ ഉണ്ട്. പലയിടത്തും ആ വ്യാപാര ബന്ധം പൂർണ്ണമായും നടത്താൻ കഴിയാത്ത വിധത്തിൽ ഈ ഹോർമൂസ് കടലിടുക്ക് അടച്ചത് മൂലമുള്ള പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കെ എങ്ങനെയെങ്കിലും ഇത് അവസാനിപ്പിക്കുക എന്നൊരു താല്പര്യം പ്രധാനമായും ഗൾഫ് രാഷ്ട്രങ്ങളുണ്ട്, പ്രത്യേകിച്ച് അവർ ആക്രമണം നേരിടുന്ന സാഹചര്യത്തിൽ കൂടി. അപ്പോൾ ഖത്തർ അടക്കം മുമ്പ് നമുക്കറിയാം പല തരത്തിലുള്ള ബ്രേക്ക് ത്രൂസ് ഉണ്ടാക്കിയിട്ടുണ്ട് വലിയ കോൺഫ്ലിക്റ്റുകളിൽ. പക്ഷേ ഇതിൽ ഗൾഫ് രാഷ്ട്രങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ അമേരിക്കയ്ക്ക് കഴിയുന്നില്ല, അല്ലെങ്കിൽ ഗൾഫ് രാഷ്ട്രങ്ങളുടെ താല്പര്യം സംരക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ളതാണോ മനസ്സിലാക്കേണ്ടത്? ഞാൻ ആദ്യം താങ്കൾ പറഞ്ഞതിലൊരു ചെറിയ തിരുത്ത് പറയാം. കാരണം ഫെബ്രുവരി 28 മുതൽ ആക്രമണങ്ങൾ തുടങ്ങിയ നാൾ മുതൽ നാം വിശ്വസിച്ചിരുന്നതും മനസ്സിലാക്കിയിരുന്നതും ഗൾഫ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് UAE, സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങൾ ഇത് സഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു നേരിട്ടായിട്ടുള്ള ഒരു കോൺഫ്രണ്ടേഷനിൽ അവർക്ക് താല്പര്യമില്ല, അങ്ങനെയാണ് നാം മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ കഴിഞ്ഞ ഒരാഴ്ചക്കകത്ത് വന്ന പ്രത്യേകിച്ച് ചില അമേരിക്കൻ മാധ്യമങ്ങൾ, വാൾ സ്ട്രീറ്റ് ജേർണൽ എടുത്തു പറയേണ്ട റിപ്പോർട്ടുകളിൽ UAE-യും സൗദി അറേബ്യയും ഈ ആക്രമണങ്ങൾ, യുദ്ധം തുടങ്ങിയ തുടക്കത്തെ നാൾ മുതൽ ഈവൻ സീസ് ഫയർ ഡിക്ലറേഷന് ശേഷവും ഇറാനെ ആക്രമിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് UAE പല അറ്റാക്കുകൾ, ഡസൻസ് ഓഫ് സ്ട്രൈക്സ് നടത്തി എന്നുള്ളതാണ്.
വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം, സോഷ്യൽ മീഡിയയിൽ UAE ഗവൺമെന്റിന്റെ വക്താക്കളായി, അൺഒഫീഷ്യൽ വക്താക്കളായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അവരുടെ അവർ പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ചില സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്ന് പോലും ആ വാൾ സ്ട്രീറ്റ് ജേർണലിന്റെ റിപ്പോർട്ട് ഷെയർ ചെയ്യുകയും UAE ആക്രമിച്ചപ്പോൾ അത് കൊണ്ടു നിൽക്കാതെ പ്രതികരിച്ചു എന്നൊക്കെയുള്ള തരത്തിലാണ് സോഷ്യൽ മീഡിയകൾ ഉണ്ടായത്. മാത്രമല്ല UAE ഗവൺമെന്റ് ഒഫീഷ്യലായി ആ ഒരു റിപ്പോർട്ടിനെ നിഷേധിക്കുകയും ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഒരു പാസീവ് റോളിൽ നിന്ന് മാറി UAEയുടെയും ഗൾഫ് രാജ്യങ്ങളുടെയൊക്കെ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ, എയർപോർട്ട്, ഓയിൽ ടാങ്കേഴ്സ്, ഇതിനെയൊക്കെ അറ്റാക്ക് ചെയ്യുമ്പോൾ മിണ്ടാതെ കൊണ്ടു നിൽക്കുന്ന ഒരു അവസ്ഥയല്ല എന്നാണ് നമുക്ക് ആ ഒരു ചോദ്യം തീർച്ചയായും ഉണ്ട്. വി ഹാവ് ടു അക്നോളജ് ദാറ്റ് ദിസ് ഹാസ് ഹാപ്പൻഡ്. മറ്റൊരു കാര്യം, ഇനി എന്താണ് മുന്നോട്ട് ഈ ഒരു അമേരിക്കയുടെ അംബ്രലയിൽ നിൽക്കുമ്പോൾ ആ ഒരു പ്രൊട്ടക്ഷൻ UAE രാജ്യങ്ങൾക്കുണ്ടോ, അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾക്കുണ്ടോ, എന്തായിരിക്കും അവരുടെ സ്റ്റാൻഡ് എന്ന് ചോദിച്ചാൽ, ഇത് ആക്രമണങ്ങൾ തുടങ്ങിയ അന്ന് മുതൽ പ്രത്യേകിച്ച് പല വെസ്റ്റേൺ രാജ്യങ്ങളും അറബ് രാജ്യങ്ങളും ചോദിച്ചിരുന്ന ഒരു കാര്യമാണ്. ഈ മിലിറ്ററി ഇൻസ്റ്റലേഷൻസ്, മിലിറ്ററി സൈറ്റുകൾ ഹോസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് എന്ത് ഗുണമാണ് ഗൾഫ് രാജ്യങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് എന്നൊരു ചോദ്യം. കാരണം വീണ്ടും വീണ്ടും ഇറാന്റെ അറ്റാക്കിന് ഇരയാകുന്നു എന്നുള്ളതാണ്. ഈ ഗൾഫിലെ തന്നെ പല നേതാക്കളോടും അതുപോലെ ഈ വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ചില അക്കാഡമിക്സിനോടൊക്കെ ഞാൻ നടത്തിയ ഇന്റർവ്യൂവിലും സംസാരത്തിലുമെല്ലാം എനിക്ക്, അതുപോലെ നമ്മൾ അവരുടെ സോഷ്യൽ മീഡിയ എല്ലാം ഒബ്സർവ് ചെയ്താൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഇതുവരെ പല ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഒറ്റയ്ക്കും തെറ്റയ്ക്കുമായിട്ടുള്ള ചില ശബ്ദങ്ങളെല്ലാം വേറിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ജനറലി ഇഫ് യു ലുക്ക് അറ്റ് അവരുടെ ഒരു ജനറൽ കൺസെൻസസ് അനുസരിച്ച് അമേരിക്കക്കെതിരെ അല്ലെങ്കിൽ ഈ അമേരിക്ക തങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നില്ല എന്നുള്ള ഒരു ഖേദപ്രകടനം അല്ലെങ്കിൽ ഒരു ദേഷ്യ പ്രകടനം നമുക്ക് ഗൾഫിൽ നിന്ന് കാണാൻ സാധിക്കില്ല. ദെയർ ആങ്കർ ഇസ് ഡയറക്റ്റഡ് അഗെയിൻസ്റ്റ് ഇറാൻ. അത് ഒഫീഷ്യൽ വക്താക്കളിൽ നിന്നാണെങ്കിലും ഇറാനാണ് ഏറ്റവും വലിയ ശത്രു, ഇറാനാണ് ഏറ്റവും വലിയ ഡീസ്റ്റെബിലൈസിങ് ഫോഴ്സ് എന്ന് പറയുന്നത് മാത്രമല്ല, ഈവൻ മന്ത്രാലയങ്ങളിൽ നിന്ന് പോലും മന്ത്രിമാരും ഉയർന്ന ഉദ്യോഗസ്ഥരും പല വെസ്റ്റേൺ പാശ്ചാത്യ മാധ്യമങ്ങൾക്കും നൽകിയ ഇന്റർവ്യൂവിൽ എടുത്തു പറഞ്ഞിട്ടുള്ളത്, അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള ഞങ്ങളുടെ കൂട്ടുകെട്ട് വി വിൽ ഡബിൾ ഡൗൺ, നമ്മൾ കൂടുതൽ ശക്തമാക്കും എന്നുള്ള നിലപാടാണ് പല ഗൾഫ് രാജ്യങ്ങൾ എസ്പെഷ്യലി UAE എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു ഇത്തരത്തിലുള്ള ഒരു അറ്റാക്കുകൾ നടക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തീർച്ചയായും ഇത് ഗൾഫ് രാജ്യങ്ങളെ പ്രത്യേകിച്ച് ഡയറക്റ്റായി അവരെ ഇമ്പാക്ട് ചെയ്യുന്ന, അവരുടെ ഇക്കോണമിയെ ഇമ്പാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു സമാധാനത്തിന്റെ അല്ല ഡിപ്ലോമസിയുടെ വഴി തീർച്ചയായും ഗൾഫ് രാജ്യങ്ങൾക്ക് ആവശ്യമാണ്. കാരണം ഈ ഒരു അറ്റാക്കിൽ നഷ്ടങ്ങൾ സംഭവിക്കുന്നത് ഗൾഫ് രാജ്യങ്ങൾക്കാണ്. പക്ഷേ ഈ ചർച്ചകൾ എവിടേക്ക് നീങ്ങും എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയൊരു ചോദ്യം. ബിക്കോസ് എവറിബഡി വാണ്ട്സ് ഡിപ്ലോമസി. ഇറാൻ ഈ നെഗോസിയേഷനിൽ ഏർപ്പെടുന്നുണ്ട്, ട്രംപ് നെഗോസിയേഷനിൽ മുൻകൈ എടുക്കുന്നുണ്ട്, ഖത്തർ, പാകിസ്ഥാൻ, ഒമാൻ എന്നീ രാജ്യങ്ങൾ, ഈജിപ്റ്റ് എല്ലാം തന്നെ എവറിബഡി ഈസ് ടോക്കിംഗ് അബൌട്ട് ഡിപ്ലോമസി. പക്ഷെ നമുക്ക് എന്താണ് ഒരു വേ ഫോർവേഡ് എന്നുള്ളതാണ് ഇപ്പോഴുള്ള ഏറ്റവും വലിയൊരു ചോദ്യം. കാരണം ഇപ്പോൾ നമുക്ക് ഏറ്റവും അത്യാവശ്യമായി വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡി എസ്കലേഷൻ ആണ്. ബിക്കോസ് ഇപ്പോൾ വാട്ട് വി ആർ സീയിങ് ഇസ് ഇപ്പോൾ ഒരു എസ്കലേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ അറ്റാക്ക്, ഇറാനിന്റെ വാർണിംഗ്, ഇനിയും അറ്റാക്കുകൾ ഉണ്ടാകും. അതുപോലെ അമേരിക്ക സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിലും ഇറാനിന്റെ കടൽ തീരത്തും അറ്റാക്കുകൾ നടത്തുന്നു. സോ ഇസ് ദർ എ വേ ടു ഡി എസ്കലേറ്റ് എന്നുള്ളതാണ്. ഈ ഡി എസ്കലേഷൻ നടത്താനായി ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും വലിയ ചോദ്യചിഹ്നമായി ലെബനൻ നിൽക്കുന്നു. മറ്റൊന്ന്, ഇപ്പോൾ നമ്മുടെ കൂടെയുള്ള കോ പാനലിസ്റ്റുകൾ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ വലിയൊരു മിസ്കാൽക്കുലേഷൻ എല്ലാം അമേരിക്കയുടെ കയ്യിൽ നിന്ന് പറ്റിയിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ വി ആർ ഓൾമോസ്റ്റ് 94 ഡേയ്സ് കഴിഞ്ഞു, 94 ദിവസത്തിന് ശേഷം ട്രംപിന്റെ ഒരു സെൻസ് ഓഫ് ഡയറക്ഷൻ എന്താണെന്ന് ഈ രാജ്യങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. ഒരു ദിവസം അദ്ദേഹത്തിന്റെ പോസ്റ്റുകൾ കൃത്യമായി വീക്ഷിക്കുന്ന ആളുകൾക്കറിയാം. ഇറ്റ് ഇസ് എ ക്ലിയർ കേസ് ഓഫ് എന്താ പറയുക, നമ്മൾ പറയുന്നത് എത്രത്തോളം ഒരു ലോക നേതാവിന് ചാഞ്ചാടാൻ സാധിക്കുമോ അതിന്റെ അറ്റം വരെ ട്രംപ് പോയി കഴിഞ്ഞു. കാരണം ഇറാനെ കംപ്ലീറ്റ്ലി ഐ വിൽ ബ്ലോ അപ്പ് ഇറാൻ, ഐ വിൽ ഫിനിഷ് ഓഫ് ദ സിവിലൈസേഷൻ എന്നൊക്കെ പറഞ്ഞിരുന്ന ട്രംപ് ആണ് ഇപ്പോൾ ഒരു ഡീൽ ഉണ്ടാക്കാൻ വേണ്ടി, അദ്ദേഹം ഒരു ഡി എസ്കലേഷന് വേണ്ടി
ഹെസ്ബുള്ളയോട് വരെ നേരിട്ട് സംസാരിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ ഇന്നലത്തെ ട്വീറ്റ് അദ്ദേഹത്തിന്റെ പറയുന്നത്. ഹെസ്ബുള്ള എന്ന് പറയുന്നത് അമേരിക്ക ഒരു തീവ്രവാദ ഗ്രൂപ്പായി മുദ്ര കുത്തിയിട്ടുള്ള ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പാണ്. ഏറ്റവും ശക്തമായ ഒരു നോൺ സ്റ്റേറ്റ് ആംഡ് ഗ്രൂപ്പാണ് ഹെസ്ബുള്ള. ഈ ഹെസ്ബുള്ളയാണ് അമേരിക്കൻ പ്രസിഡന്റ് നേരിട്ട് വിളിച്ച് സംസാരിച്ചെന്ന് അദ്ദേഹം തുറന്നു പറയുകയാണ്. അപ്പൊ അതിന്റെ അർത്ഥം വ്യക്തമായും ഡി എസ്കലേഷൻ അദ്ദേഹം ശ്രമിക്കുന്നു. പക്ഷെ ഒരു വശത്ത് അദ്ദേഹത്തിന് ഈ ഇസ്രായേലിനെ കൺട്രോൾ ചെയ്യാൻ പൂർണ്ണമായും സാധിക്കുന്നില്ല. ബെയ്റൂത്തിൽ അറ്റാക്ക് നിർത്തിയെങ്കിൽ പോലും ഈ സദേൺ ലെബനനിൽ നടക്കുന്ന വ്യാപകമായ അറ്റാക്കുകൾ നിർത്താൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു വശത്ത്. മറുവശത്ത് ഐ ജസ്റ്റ് വാണ്ട് ടു മേക്ക് വൺ മോർ പോയിന്റ്. ഇപ്പോൾ നമ്മൾ അദ്ദേഹം ഈ യുദ്ധം തുടങ്ങിയപ്പോഴും വീണ്ടും അദ്ദേഹത്തിന്റെ സപ്പോർട്ടേഴ്സിനോടും മെഗാ ബേസിനോടൊക്കെ പറയുന്ന ഒരു കാര്യം, അദ്ദേഹം ഒരു വലിയ ഡീൽ മേക്കർ ആണ് എന്നാണ് അദ്ദേഹം എപ്പോഴും പത്രാസ് പറയുന്നത്. ഹി വാണ്ട്സ് ടു ഗെറ്റ് എ ഡീൽ വിച്ച് ഇസ് ബെറ്റർ ദാൻ ആൻ ഒബാമ ഡീൽ. ഒബാമ 2015 ഒപ്പിട്ടതിനേക്കാളും മികവുറ്റ ഒരു ഡീൽ അദ്ദേഹത്തിന് വേണം. അതാണ് അദ്ദേഹത്തിന് വേണ്ടത്. പക്ഷെ ഇഫ് യു ലുക്ക് അറ്റ് ദ കറന്റ് സിനാരിയോ, ഇന്ന് ട്രംപിന്റെ മുമ്പിൽ പല കുരുക്കുകളാണുള്ളത്. ഒന്ന്, സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് എന്ന് പറഞ്ഞ ഒരു പ്രോബ്ലം അന്ന് 2015 ഉണ്ടായിരുന്നില്ല. പിന്നെ ഇറാൻ ഇപ്പോൾ ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം എന്ന് പറയുന്നത് 60% ഈ 440 കിലോളം വരുന്ന ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മാത്രമല്ല ഇപ്പോൾ ഈ റെജീം ചേഞ്ച് വേണമെന്ന് പറഞ്ഞ് തുടങ്ങിയ യുദ്ധത്തിൽ ഇപ്പോഴുള്ള റെജീം എന്ന് പറയുന്നത് മുൻപുണ്ടായതിനേക്കാളും വളരെ ഹാർഡ് കോർ ആയിട്ടുള്ള ഹാർഡൻഡ് ആയിട്ടുള്ള ഒരു ഇറാനിയൻ റെജീമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ വിട്ടുവീഴ്ചകൾ ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരു റെജീം. ഇപ്പോൾ ഈ മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ ചർച്ചകൾ നടക്കുമ്പോൾ അബ്ബാസ് അറാഗ്ചി ഫോറിൻ മിനിസ്റ്റർ, അതുപോലെ ഗലിബാഫ്, അത്തരത്തിലുള്ള ആളുകളെല്ലാം ചർച്ചകളിലേക്ക് വരികയും ഈ ന്യൂക്ലിയർ എൻറിച്ച്മെന്റിനെ കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യില്ല എന്ന് വ്യക്തമായി അവർ പറയുകയാണ്. യുദ്ധം അവസാനിപ്പിക്കുക, ഇറാന്റെ ഡിമാൻഡുകളായിട്ടുള്ള ഈ ഫോറിൻ അസറ്റുകൾ റിലീസ് ചെയ്യുക, യുദ്ധത്തിന് റിപ്പറേഷൻസ് നൽകുക, നഷ്ടപരിഹാരം നൽകുക എന്നൊക്കെയുള്ള, അതുപോലെ ഫോറിൻ അസറ്റ്സ് റിലീസ് ചെയ്യുക എന്നെല്ലാം പറയുമ്പോഴും ഈ അമേരിക്കയ്ക്ക് വേണ്ട ഈ ന്യൂക്ലിയർ പ്രോഗ്രാമിനെ കുറിച്ചുള്ള ചർച്ചകൾക്ക് പോലും ഇറാൻ ഇപ്പോൾ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കൊരു ഇടവേള അത്യാവശ്യമാണ്. ഇതിൽ നിന്ന് എങ്ങനെ അമേരിക്ക ഒരു ഡീൽ ഉണ്ടാക്കും എന്നുള്ളത് കൗതുകകരമായിരിക്കും. അത് ഇടവേളയ്ക്ക് ശേഷം ചർച്ചയിലേക്ക് മനുഷ്യൻ നിർമ്മൽ. ഇന്നിപ്പോൾ ഡൊണാൾഡ് ട്രംപ് ന്യൂയോർക്ക് പോസ്റ്റിന്റെ ഒരു പോഡ്കാസ്റ്റിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹു ട്രിക്ക് ചെയ്ത് നിങ്ങളെ യുദ്ധത്തിലേക്ക് കൊണ്ടുപെടുത്തിയതാണോ എന്ന് ചോദിക്കുമ്പോൾ, അല്ല, ഞാനാണ് ഇത് തുടങ്ങിയത്, ഐ ആം ദ വൺ ഹൂ സ്റ്റാർട്ടഡ് ഇറ്റ് എന്ന് വളരെ ആർജവത്തോടു കൂടി ട്രംപ് പറയുന്നുണ്ട്. അന്നേരം യുദ്ധം ചെയ്തില്ലായിരുന്നെങ്കിൽ, അറ്റാക്ക് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇറാൻ ന്യൂക്ലിയർ വെപ്പൺസ് കരഗതമാക്കിയേനെ, ഇസ്രായേലിനെ നാമാവശേഷമാക്കിയേനെ, ഞാനിവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇസ്രായേൽ തീർന്നേനെ എന്നൊക്കെ ട്രംപ് പറയുന്നുണ്ട്. ഈ പോയിന്റിൽ അദ്ദേഹം എങ്ങനെ ഒരു ഡീൽ ഉണ്ടാക്കുമെന്നുള്ളത് എല്ലാവരും കാത്തിരിക്കുന്ന കാര്യമാണല്ലോ. യുദ്ധത്തിനെതിരെ വലിയ രോഷമുണ്ട്, അമേരിക്കയുടെ സഖ്യകക്ഷികൾക്ക് രോഷമുണ്ട്, ഹോർമൂസ് കടലിടുക്കിലെ ഉപരോധം മൂലം വലിയ സാമ്പത്തിക പ്രയാസം രാജ്യങ്ങൾ അനുഭവിക്കുന്നുണ്ട്, ഡൊമസ്റ്റിക് പൊളിറ്റിക്സിലും ട്രംപിന് വലിയ തോതിലുള്ള സമ്മർദ്ദമുണ്ട്. അപ്പോൾ ഏത് നിലയ്ക്ക് ഒരു ഡീൽ ഉണ്ടാക്കും? ഞാനാണ് ഇത് തുടങ്ങിയതെന്ന് പറയുമ്പോൾ തീർക്കേണ്ട ആളും ട്രംപാണല്ലോ. ഡീലുണ്ടാക്കുന്നതാണ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസമുള്ള കാര്യം. അതിലൊന്ന്, നേരത്തെ ട്രംപ് ഇറാനോട് ആവശ്യപ്പെട്ടിരുന്നതും പറഞ്ഞതായിട്ടുള്ളൊരു കാര്യമാണ്, ഇസ്രായേലിൻ്റെ കാര്യം നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് കാണുക, ഇസ്രായേൽ ലെബനോനുമായിട്ടുള്ള കാര്യം സെപ്പറേറ്റ്, നമ്മുടെ വിഷയം സെപ്പറേറ്റ് എന്ന്. പക്ഷേ ഇറാൻ കൃത്യമായിട്ട് പറഞ്ഞ് അങ്ങനെയല്ല, ഈ എല്ലാ വിഷയങ്ങളെയും ഒന്നായിട്ട് കാണുവാണെങ്കിൽ മാത്രം നമുക്ക് നെഗോഷിയേഷനിലിരിക്കാമെന്ന് ഇറാൻ പറയുന്നു. ഇവൻച്വലി അങ്ങനെ തന്നെ സംഭവിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ ഉള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇസ്രായേൽ മുന്നോട്ട് വെച്ചിരിക്കുന്ന, ഇന്ന് ഇപ്പോൾ ഈ നടക്കുന്ന ഡിസ്കഷൻസിൽ തന്നെ ഇസ്രായേൽ മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, ലെബനോണിന് മേലെ ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ, ഒന്ന്, ഹെസ്ബുള്ളയെ മൊത്തത്തിൽ ഡിസാം ചെയ്യണമെന്നുള്ളതാണ്. ഹെസ്ബുള്ളയെ ഡിസാം ചെയ്യണമെന്നുള്ളത് യുണൈറ്റഡ് നേഷൻസ് വിചാരിച്ചിട്ടും ലെബനീസ് ഗവൺമെൻറ് വിചാരിച്ചിട്ടും ലെബനീസ് മിലിറ്ററി വിചാരിച്ചിട്ടും കഴിഞ്ഞ 30 വർഷമായിട്ട് നടക്കാത്തൊരു കാര്യമാണ്. അല്ല, കഴിഞ്ഞൊരു 25 വർഷമായിട്ട് നടക്കാത്തൊരു കാര്യമാണ്. പലതവണ ശ്രമിച്ച് പരാജയപ്പെട്ടൊരു സംഭവം. അത് ഇസ്രായേലിന് ഒരു നെഗോഷിയേഷൻ്റെ പേരിൽ നടത്തി കൊടുക്കുമെന്നോ നടത്തി കിട്ടുമെന്നോ എനിക്ക് തോന്നുന്നില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇസ്രായേൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇനി അങ്ങനെ സംഭവിച്ചാൽ തന്നെ, നിങ്ങളത് അക്സെപ്റ്റ് ചെയ്താൽ തന്നെ, എപ്പോഴെങ്കിലും ഹെസ്ബുള്ള ലെബനോണിനുള്ളിൽ വളരുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നിയാൽ അപ്പോൾ അറ്റാക്ക് ചെയ്യാനുള്ള അവകാശവും ഞങ്ങൾക്ക് വേണം എന്ന് പറയുന്നു. അതേപോലെ ലെബനോണിൻ്റെയും സിറിയയുടെയും ബോർഡറും എയർപോർട്ടും സീപോർട്ടും എല്ലാം ഞങ്ങൾ കൺട്രോൾ ചെയ്യും, അതുവഴിയൊന്നും ഇറാൻ നുഴഞ്ഞു കയറി ഹെസ്ബുള്ള പോലെ മറ്റൊരു പ്രോക്സിയെ വളർത്താനോ ഹെസ്ബുള്ളയെ വളർത്താനോ ശ്രമിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഇങ്ങനെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കാത്ത വിധത്തിലുള്ള നെഗോഷിയേഷൻ പോയിന്റ്സ് ആണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു നെഗോഷിയേഷനോട് ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ ഇത് നടക്കാൻ സാധ്യതയില്ല. രണ്ടാമത്തെ പ്രശ്നം ട്രംപിനുള്ളത്,
ഇതിൻ്റെ അകത്ത് നേരത്തെ പല പാനലിസ്റ്റുകളും സൂചിപ്പിച്ച പോലെ തന്നെ പല കാര്യങ്ങളും മുന്നോട്ട് വെച്ചു. റെജീം ചേഞ്ച് നടന്നില്ല, എല്ലാ ന്യൂക്ലിയർ ഡിസാർമമെൻറ്റ് നടന്നില്ല, ന്യൂക്ലിയർ ഡീല് നടന്നില്ല. ഇപ്പോൾ അത് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് അവരായിട്ട് തുറന്നത് ഇവരായിട്ട് അടപ്പിക്കാൻ നടക്കുന്നു. അപ്പോൾ ഇതൊന്നും നടക്കാത്ത പക്ഷം ട്രംപിന് മുന്നോട്ട് കൊണ്ടുവരുന്ന ഈ ഒരു പീസ് ഡീൽ ആണെങ്കിൽ പോലും അത് മീനിങ് ഫുൾ അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പരാജയത്തിന് തുല്യമാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ്റെ ടേംസിൽ അമേരിക്ക അക്സെപ്റ്റ് ചെയ്യുവാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഏറെക്കുറെ ഒരു മിഡിൽ ഗ്രൗണ്ട് കണ്ടെത്തി അക്സെപ്റ്റ് ചെയ്താൽ പോലും അതിൻ്റെ അർത്ഥം ഒബാമ പണ്ട് ഒപ്പുവെച്ച ട്രംപ് 2018 എക്സിറ്റ് ചെയ്ത അതേ ഡീലിലോട്ട് ട്രംപ് തിരിച്ചു വരുവാണ് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ആൾക്കാർ ചോദിക്കും, പിന്നെ എന്തിനാണ് ഇത്രയും കാലം യുദ്ധം നടത്തി ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി എക്കോണമീസിനെ എല്ലാം നശിപ്പിച്ച് മിഡിൽ ഈസ്റ്റിനെ പഴയ മിഡിൽ ഈസ്റ്റ് അല്ലാതാക്കി ലോകത്തെല്ലാം എണ്ണ വില കുതിച്ചുയർത്തിയത് എന്തിനാണ് എന്നൊരു ചോദ്യം അദ്ദേഹത്തിന് വരും. അതുകൊണ്ട് അങ്ങനെ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിലൊക്കെ അൺഫോർച്ചുനേറ്റ്ലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക മറ്റൊരു കാര്യം കൊണ്ടുണ്ട്, അമേരിക്ക ബേസിക്കലി ഇഞ്ചിഞ്ചായിട്ട് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് സത്യം. ഇഞ്ചിഞ്ചായിട്ട് അമേരിക്കയെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, അമേരിക്കൻ ഡോളർ. ഇന്നിപ്പോൾ അമേരിക്കൻ ഡോളറിൽ നിന്ന് മാറി ചിന്തിക്കാൻ എല്ലാ രാജ്യങ്ങളും പഠിച്ചു. ഇന്ത്യയും UAE ആയിട്ടുള്ള പല ട്രാൻസാക്ഷൻസും ഇപ്പോൾ ഡയറക്റ്റ് ആണ്. ഇന്ത്യയും ജപ്പാനുമായിട്ട് അങ്ങനെ ഡീൽ വന്നു. പല രാജ്യങ്ങളും ഡോളറിൽ നിന്ന് വിട്ടുപോവാണ്. കാരണം അമേരിക്കയുടെ അൺപ്രഡിക്റ്റബിലിറ്റി എല്ലാവരും ഭയക്കുവാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയെ ഒരു വശത്ത് എഫക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൽ കൂടുതൽ മിഡിൽ ഈസ്റ്റിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം എല്ലാവരും ചോദിക്കുന്നു UAEയും കുവൈറ്റും മറ്റു രാജ്യങ്ങളും എന്താണ് ആഗ്രഹിക്കുന്നത്. അവർ സീക്രട്ട്ലി എന്താണ് ആഗ്രഹിക്കുന്നത് ഞാൻ പറയട്ടെ. അവരാഗ്രഹിക്കുന്നത് ഇതിന് എന്നേക്കുമായിട്ടൊരു സൊല്യൂഷൻ, അതിപ്പോൾ എങ്ങനെയാണെങ്കിലും എന്നേക്കുമായിട്ടൊരു സൊല്യൂഷൻ കണ്ടെത്തട്ടെ എന്ന് തന്നെ അവർ ആഗ്രഹിക്കുന്നത്. ഇറാൻ തകരുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയർ ഡീലിൽ എന്നേക്കുമായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നതായിക്കോട്ടെ, അതാണ് അവരാഗ്രഹിക്കുന്നത്. കാരണം ഈ സംഭവം അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു ക്യാൻസർ സെല്ല് പോലെ അവിടെ നിൽക്കും. അതെപ്പോൾ വേണേലും വളരാം, എപ്പോൾ വേണേലും ഈ യുദ്ധം നാളെ നെതന്യാഹുവോ ട്രംപോ ഇനി അതല്ല പുതിയൊരു പ്രസിഡന്റ് വന്നാൽ ഇത് റെസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ ഭയക്കും. ഇപ്പം തന്നെ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് വിഷയം ഉണ്ടായതിനു ശേഷം ജപ്പാൻ ഡൈവേഴ്സിഫൈ ചെയ്തു, അവിടെ നിന്ന് വിട്ടുപോയി. ഓയിൽ മേടിക്കുന്ന കാര്യത്തിൽ ജപ്പാൻ ഡൈവേഴ്സിഫൈ ചെയ്തു, ഇന്ത്യ ഡൈവേഴ്സിഫൈ ചെയ്തു, ഇന്തോനേഷ്യ മറ്റ് രാജ്യങ്ങളുമായിട്ട് ഡീൽ ഒപ്പുവെച്ചു. മറ്റ് ഏഷ്യൻ രാജ്യങ്ങൾ, ആഫ്രിക്കയിലുള്ള കെനിയ, മൗറീഷ്യസ്, എത്യോപ്യ ഇവരെല്ലാം മാറിപ്പോയി. യൂറോപ്യൻ കൺട്രീസായ ജർമ്മനി, സ്പെയിൻ, ഇറ്റലി ഒക്കെ പുതിയ ഡീലുകൾ തപ്പി നടക്കുന്നു. അപ്പോൾ അതിനർത്ഥം വലിയൊരു ചങ്ക് ഓഫ് കൺട്രീസ് ഇവിടുന്ന് വിട്ടു പൊക്കോണ്ടിരിക്കുകയാണ്. അത് അവസാനിക്കണമെന്നുണ്ടെങ്കിൽ, മിഡിൽ ഈസ്റ്റിനെ പഴയ പോലെ ട്രസ്റ്റ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നത്തിന് ഒരു പെർമനന്റ് സൊല്യൂഷൻ തന്നെയാണ് UAE ഒക്കെ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ UAE ഇസ്രായേലിനൊപ്പം നിൽക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ട്രംപിന്റെ ഈ ഒരു സംസാരത്തിൽ നമ്മൾ എനിക്ക് തോന്നുന്നു അതിന് ജഡ്ജ് ചെയ്യണമെന്നില്ല. കാരണം ഒരു സ്ട്രോങ് മാൻ ആർഗ്യുമെന്റ് എപ്പോഴും മുന്നോട്ട് വെക്കുകയാണ്. ഞാൻ ഇപ്പോഴും എന്നെ ഇതൊന്നും ബാധിച്ചിട്ടില്ല എന്ന് കാണിക്കാനുള്ള ശ്രമം മാത്രമാണ് എന്ന് വേണേൽ പറയാം. ശരി, ശ്രീ ഷിനാസ്, ഇറാനിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് കൂടി നമ്മൾ നോക്കണമല്ലോ. ഖാംനൈ മുതൽ ലാരിജാനി വരെ കൊല്ലപ്പെട്ടപ്പോൾ തീരും, ഇറാൻ വലിയ തോതിൽ ദുർബലമാകും, അവർ തന്നെ ചർച്ചയുടെ ടേബിളിലേക്ക് വരും എന്ന് പ്രതീക്ഷയിലുണ്ടാവും. പക്ഷേ അങ്ങനെ ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ഇപ്പോൾ ഇറാന്റെ ടേംസിൽ ചർച്ച എന്ന മട്ടിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് നമ്മൾ അത്ഭുതത്തോടു കൂടി കണ്ടു നിൽക്കുകയാണ്. എന്ന് മാത്രമല്ല, ഇറാനിൽ തന്നെ ഒരു റെജീം ചേഞ്ച് എന്നുള്ളത് ഉദ്ദേശിച്ചത് ഖാംനയുടെ മോഡലിലുള്ള ഭരണം മാറി പഴയതുപോലെ ഒരു ലിബറൽ ഭരണകൂടം വരണം എന്നൊക്കെയുള്ളതായിരുന്നെങ്കിൽ ഇപ്പോൾ മനസ്സിലാക്കുന്നത് അവിടെ IRGCയിലെ ഹാർഡ് ലൈനേഴ്സ് പിടിമുറുക്കുകയാണ്. ഒരു ഡീലിന് പോലും പറ്റാത്ത വിധത്തിൽ, അല്ലെങ്കിൽ അതിൽ കൂടുതൽ യാഥാസ്ഥിതിക പക്ഷത്ത് നിന്ന് ഇറാനിൽ ശക്തി പ്രാപിക്കുന്നു എന്നുള്ളതാണ്. എന്താണോ ഉദ്ദേശിച്ചത് അതിന് നേരെ വിപരീതമായ കാര്യങ്ങൾ സംഭവിക്കുകയാണോ? തീർച്ചയായും. കാരണം ഇറാനിൽ റെജീം ചേഞ്ച് നടന്നില്ല, അത് ഒന്നാമത്തെ കാര്യം. ഈ യുദ്ധം കൊണ്ട് പ്രകോപനം, ഈ രണ്ട് യുദ്ധങ്ങളും 2025 ജൂണിലും 2026 ഫെബ്രുവരി ഒടുവിലും ഇറാൻ ആക്രമിക്കപ്പെട്ടത് ചർച്ചാ മധ്യേ ആണ്, അല്ലെങ്കിൽ ചർച്ചയുടെ ഒടുവിലാണ്, ചർച്ച നടക്കുമ്പോഴാണ്. ഇപ്പോൾ കുവൈത്തിനെയും ബഹ്റിനെയും ആക്രമിച്ചല്ലോ. ഇതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ വായിച്ചതാണ്, നമ്മൾ കണ്ടതാണ്. ഇറാനിലെ ഹോർമുസ് തീരത്തെ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങൾ, അതുപോലെ തന്നെ ഡ്രോൺ വിക്ഷേപണ കേന്ദ്രങ്ങൾ ഒക്കെ അമേരിക്ക ആക്രമിക്കുന്നു. അമേരിക്കയുടെ ഏറ്റവും അത്യാധുനിക ഡ്രോൺ ഇറാൻ വെടിവെച്ച് വീഴ്ത്തുന്നു. അമേരിക്ക ആക്രമണത്തെ സ്വയം വിശേഷിപ്പിച്ചത് സ്വയം പ്രതിരോധം എന്നാണ്. അപ്പോൾ ഇത് ചോദിച്ചു വാങ്ങിയ ആക്രമണമാണ്. അതിനു മുമ്പ് കെഷം ഐലൻഡ്, ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള ചില ഐലൻഡ്സ് ഉണ്ട്, അത് അമേരിക്ക ആക്രമിക്കുന്നു. അപ്പോൾ ഏകപക്ഷീയമായി അമേരിക്കക്ക് സ്വയം പ്രതിരോധമെന്ന് പറഞ്ഞ് ആക്രമിക്കാമെങ്കിൽ ഇറാന് ആക്രമിക്കാവുന്ന ഏക മേഖല പേർഷ്യൻ ഗൾഫിലെ രാജ്യങ്ങളാണ്. അവിടെയാണ് അമേരിക്കൻ ബേസസ് ഉള്ളത്. അല്ലാതെ അറ്റ്ലാന്റിക് സമുദ്രം കടന്നോ. അപ്പോൾ ഇറാൻ പ്രതീകാത്മകമായി ഡീഗോ ഗാർഷ്യയിലേക്കും സൈപ്രസിലേക്കും ഒക്കെ മിസൈൽ വിട്ടിരുന്നു. അവർക്ക് തന്നെ അറിയാം അത് അവിടെ എത്തില്ല എന്നുള്ളത്.
അവർക്ക് ഒമാനി വിദേശകാര്യമന്ത്രി ഇക്കണോമിസ്റ്റിൽ ഒരു ലേഖനം എഴുതിയിരുന്നു. ഇത് വാസ്തവത്തിൽ അമേരിക്കയുടെ യുദ്ധമല്ല, ഈ ഗൾഫ് രാജ്യങ്ങളുടെ യുദ്ധമല്ല, ഇറാൻ്റെ യുദ്ധമല്ല, ഇത് വാസ്തവത്തിൽ ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിൻ്റെ യുദ്ധമാണ്. മാത്രമല്ല ഇറാന് ആക്രമിക്കാൻ പറ്റുന്ന ഏക മേഖല പേർഷ്യൻ ഗൾഫാണ്. അതിന് അവരെ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല. ഇപ്പോൾ ഈ ഡീൽ ഇപ്പോൾ ചുരുങ്ങി ഈ മിസൈൽ പ്രോഗ്രാം പോയി, പ്രോക്സീസ് പോയി, അതുപോലെ റെജിം ചേഞ്ച് എന്നുള്ള ആവശ്യം പോയി. അവസാനം അമേരിക്ക ഈ ന്യൂക്ലിയർ ഇഷ്യൂയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ആണവ പ്രശ്നം. അപ്പോൾ അണുബോംബ് ഇറാൻ ഒരിക്കലും കരഗതമാക്കിക്കൂടാ എന്നാണ് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കാര്യം. അത് 2015 തന്നെ ആ ഒബാമ ഉണ്ടാക്കിയ കരാറിൽ അംഗീകരിക്കപ്പെട്ടതാണ്. ആ 2018 ഈ കരാറിനെ ചവിട്ടി മെതിച്ച് ട്രംപ് പുറത്തു പോകുന്നത് വരെ ഇറാൻ 2015 ഉണ്ടാക്കിയ കരാർ പ്രകാരമുള്ള എല്ലാ വ്യവസ്ഥകളും അംഗീകരിച്ചിരുന്നു. അന്താരാഷ്ട്ര ആണവ ഊർജ്ജ ഏജൻസി ഉദ്യോഗസ്ഥരെ 24 മണിക്കൂറും അവിടെ ഇൻസ്പെക്ഷൻ നടത്താൻ അനുവദിച്ചിരുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം വീണ്ടും ആ 2013 ഒബാമ മുന്നോട്ട് വെച്ച ആ ആവശ്യം 2 കൊല്ലത്തെ കൊണ്ടുപിടിച്ച ചർച്ചകൾക്കൊടുവിൽ സമ്മതിപ്പിച്ച ഒരു കരാറായിരുന്നു. ആ കരാറിൻ്റെ അവസ്ഥയിലേക്ക് പോലും ട്രംപിന് എത്താൻ പറ്റുമോ എന്നുള്ള കാര്യം സംശയമാണ്. വാസ്തവത്തിൽ ട്രംപ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഈ വിശ്വാസക്കമ്മി, ട്രസ്റ്റ് ഡെഫിസിറ്റ്, വിശ്വാസക്കമ്മി ഉണ്ടാക്കിയത് അമേരിക്കയും ഇസ്രായേലുമാണ്. കാരണം ഇറാൻ പ്രകോപനമില്ലാതെ ആക്രമിക്കപ്പെട്ടു 2025 കഴിഞ്ഞ വർഷം, ഈ വർഷം. അപ്പോൾ ഈ ട്രസ്റ്റ് ഡെഫിസിറ്റ്, വിശ്വാസക്കമ്മി ആദ്യം അഡ്രസ്സ് ചെയ്യേണ്ടത് അമേരിക്കയാണ്. അങ്ങനെ വിശ്വാസക്കമ്മി അഡ്രസ്സ് ചെയ്യുകയും ഇരുകൂട്ടരും കൺസെഷൻസ്, ഇറാനും അമേരിക്കയും കൺസെഷൻസിന് തയ്യാറാവേണ്ടി വരും, എന്നാലേ ഒരു ഡീൽ ഉരുത്തിരിഞ്ഞു വരൂ എന്നുള്ള നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ. അപ്പോൾ ഇറാൻ്റെ ഫ്രോസൺ അസറ്റ്സ്, മരവിപ്പിച്ച അസറ്റ്സ് എന്ന് പറയുന്നത് $100 ബില്യൺ. അതിൽ ഇറാൻ ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. സാമ്പത്തിക ഉപരോധത്തിൽ വലിയ തോതിൽ പിൻവലിക്കണമെന്ന് ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. അതൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇറാൻ ഈ ന്യൂക്ലിയർ ഡീൽ, ഇപ്പോൾ ഒബാമയുടെ കാലത്ത് ഉണ്ടാക്കിയ P5+1 പോലുള്ള ഒരു ന്യൂക്ലിയർ ഡീലിലേക്കും വരാനുള്ള സാധ്യത വളരെ അധികമാണ്. അല്ലാതെ ഏകപക്ഷീയമായി ഈ യുദ്ധം തുടങ്ങിയപ്പോൾ ആയത്തുള്ള ഖമനയി ഒക്കെ വധിക്കപ്പെട്ടപ്പോൾ ട്രംപ് എന്താണ് പറഞ്ഞത്? ഇറാനുമായി യാതൊരു തരത്തിലുള്ള എഗ്രിമെൻറ്റിനും ഞങ്ങൾ തയ്യാറല്ല, ഇറാൻ നിരുപാധികമായി കീഴടങ്ങണം. ആ ആവശ്യത്തിൽ നിന്ന് പിന്നോട്ട് പോയി പിന്നെ ചർച്ചകളും ഉപചർച്ചകളും ഇസ്ലാമാബാദിലേക്കുള്ള പോക്കും ഒക്കെ ആയി. ഇപ്പോൾ വാസ്തവത്തിൽ നോക്കിയാൽ ഈ അമേരിക്ക എന്ന സൂപ്പർ പവർ ഈ തോറ്റിരിക്കുന്ന യുദ്ധമാണ്. ഇറാൻ ജയിച്ചു എന്നല്ല ഞാൻ പറയുന്നത്. ഈ ഭൗമ രാഷ്ട്രീയ തന്ത്രപരമായി നോക്കുമ്പോൾ ഇറാനാണ് സ്ട്രാറ്റജിക് ആയിട്ട് വിജയിച്ച് നിൽക്കുന്നത് ഇപ്പോൾ. അപ്പോൾ പണ്ട് വിയറ്റ്നാമിൻ്റെ കാര്യത്തിൽ ഹെൻറി കിസ്സിഞ്ചർ എന്താ പറയുന്നത്? ആ നോർത്തേൺ വിയറ്റ്നാം, വടക്കൻ വിയറ്റ്നാമിലെ വിയറ്റ്കോങ് സൈന്യം എന്ന് പറയുന്നത് 4th റേറ്റ് ആണ്. ഞങ്ങളെപ്പോലുള്ള അതിശക്തമായ രാഷ്ട്രത്തിന് അവരെ തകർക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് അത്ഭുതപ്പെടുകയും പരിതപിക്കുകയും ചെയ്തു ഹെൻറി കിസ്സിഞ്ചർ. അദ്ദേഹം ഒരു ഘട്ടത്തിൽ അവിടെ അണുബോംബ് ന്യൂക്ലിയർ വെപ്പൺസ് പ്രയോഗിക്കാൻ പോലും ആലോചിച്ചിരുന്നു. അപ്പോൾ ആ രീതിയിൽ ഇറാൻ അത്ര 4th റേറ്റ് അല്ല. ഇറാൻ്റെ ശേഷി ഇപ്പോൾ പുറത്തു വന്ന റിപ്പോർട്ടുകൾ ഏതാണ്ട് 60% അവരുടെ ഭൂഗർഭ അറകളിൽ സൂക്ഷിച്ചിരിക്കുന്ന മിസൈലുകളൊക്കെ ഭദ്രമാണ്. അതൊക്കെ റിപ്പയർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇസ്രായേൽ പ്രതീക്ഷിക്കാത്ത തരത്തിൽ വികേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സൈനിക സംവിധാനം ഇറാനുണ്ട്. ഇപ്പോൾ അമേരിക്കക്ക് ആ തിരിച്ചറിവ് വരികയാണ്. വാസ്തവത്തിൽ അമേരിക്ക ചെയ്യേണ്ടത് ഈ മാനം കെട്ട് ഇറാനിൽ നിന്ന് പിൻവാങ്ങുന്ന അതിന് പകരം ഒരു മാനക്കേട് ഉണ്ടാക്കാത്ത, ഇറാനും പിടിച്ചു നിൽക്കാൻ പറ്റുന്ന, അമേരിക്കക്കും പിടിച്ചു നിൽക്കാൻ പറ്റുന്ന, പറഞ്ഞു നിൽക്കാൻ പറ്റുന്ന
ഒരു ഡീലിലേക്ക് എത്തിച്ചേരുക എന്നത് മാത്രമാണ്. തീർച്ചയായും ആ ഡീൽ എന്താകും അല്ലെങ്കിൽ നമ്മൾ കാത്തിരിക്കേണ്ട കാര്യമാണ്. ഏറ്റവും വലിയ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുന്നത് ഗൾഫ് രാജ്യങ്ങളായിരിക്കും. തീർച്ചയായിട്ടും. ഒപ്പം ഡോക്ടർ ലിറാർ, ഗൾഫ് രാഷ്ട്രങ്ങൾ മാത്രമല്ല ഇന്ത്യയും ചൈനയും ഒക്കെ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുകയാണ്. ഹോർമൂസ് അടഞ്ഞു കിടക്കുന്നത് കൊണ്ട് തന്നെ വലിയ ഇന്ധന പ്രതിസന്ധി, ഇന്ധന വില വർധനവ്, തന്മൂലമുണ്ടാവുന്ന ഇൻഫ്ലേഷൻ, മറ്റ് അസംസ്കൃത വസ്തുക്കളുടെ കുറവ് മൂലം ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, വിദേശ നാണ്യ ശേഖരത്തിലെ കുറവ്, ട്രേഡ് ഡെഫിസിറ്റ് കൂടുതൽ, ഇങ്ങനെ വലിയ തോതിൽ ഒരു ഡിസ്റപ്ഷൻ ഉണ്ടായി. അതേ തുടർന്ന് വലിയ തോതിൽ ബന്ധപ്പെടുകയാണ് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ. ചൈനയ്ക്കും അതിൻ്റെ പറഞ്ഞ ചൈനയ്ക്കും ജപ്പാനും ദോഷഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്, മറ്റ് രാഷ്ട്രങ്ങൾക്കുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ആഗോളതലത്തിൽ തന്നെ എക്കോണമി ബാധിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും ഇതൊന്ന് അവസാനിപ്പിക്കുക എന്നുള്ളത് ഒരു രാജ്യത്തിൻ്റെയോ രണ്ട് രാജ്യത്തിൻ്റെയോ താല്പര്യമല്ല, മറിച്ച് ആഗോള സമ്പദ് വ്യവസ്ഥയുടെ തന്നെ താല്പര്യവും ആവശ്യവുമാണ് എന്നിരിക്കെ അക്കാര്യത്തിൽ ആഗോള സമ്മർദ്ദം, യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ അടക്കം സമ്മർദ്ദം ഒരു ഘടകമാകാൻ സാധ്യതയുണ്ടോ? അഭിലാഷ് പറഞ്ഞപ്പോൾ അഭിലാഷ് ഇപ്പോൾ എണ്ണി പറഞ്ഞു ഈ ഒരു യുദ്ധം തുടങ്ങിയതിന് ശേഷം ഉണ്ടായ അനന്തരഫലങ്ങൾ, ഏതൊക്കെ രാഷ്ട്രങ്ങൾ ഏതൊക്കെ മേഖലകൾ അത് ബാധിച്ചു എന്നുള്ളത്. ഇതെല്ലാം ഇപ്പം നമ്മൾ കൗണ്ട് ചെയ്യുന്നത് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് എന്നുള്ള ആ ഒരു മാരിടൈം ട്രേഡ് റൂട്ട് ബ്ലോക്ക് ചെയ്യപ്പെട്ടതിന് ശേഷമുള്ള ഒരു, അല്ലെങ്കിൽ അതാണല്ലോ അതിൻ്റെ മെയിൻ ഒരു കാരണം. ഈ പറഞ്ഞ ഇഷ്യൂസ്, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ എനർജി സെക്യൂരിറ്റി ആയിക്കോട്ടെ, അല്ലെങ്കിൽ എക്കോണമിയെ ബാധിച്ച പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആക്ച്വലി അതാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് വായിക്കുക, ഈ ഒരു ഇറാൻ തന്നെ പലതവണ വാൺ ചെയ്തിട്ടുണ്ട്, അടുത്തൊരു സ്റ്റേജിലേക്ക് ഈ ഒരു യുദ്ധം പോവുകയാണെങ്കിൽ ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് ബ്ലോക്കിംഗ് ബാബൽ മന്ദബ്. നമുക്കറിയാം ബാബൽ മന്ദബ് ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിനെ പോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോക്ക് പോയിൻ്റാണ്. അപ്പം സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് 20% ഗ്ലോബൽ ഓയിൽ ട്രേഡ് അല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് ബാബൽ മന്ദബ് ആക്ച്വലി 15% അറൗണ്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ പേർഷ്യൻ ഗൾഫിൽ നിന്നുള്ള ഓയിൽ ട്രേഡ് ബാബൽ മന്ദബ് വഴി സൂയസ് കനാൽ വഴി യൂറോപ്പിലേക്കും വെസ്റ്റേൺ കൺട്രീസിലേക്കും പോകേണ്ടത്. അപ്പം അങ്ങനെ ഒരു തന്ത്രപ്രധാനമായുള്ള ഈ മേഖലകളൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി ഇറാൻ്റെ കൺട്രോളിലാണ്. ഇപ്പോൾ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് നമുക്കറിയാം ഇറാൻ തന്നെ അത് ബൗണ്ടറി ഷെയർ ചെയ്യുന്ന, ഇറാനും ഒമാനും ഷെയർ ചെയ്യുന്ന ഒരു വാട്ടർ ബോഡി ആണെങ്കിൽ ബാബൽ മന്ദബ് നമുക്കറിയാം ഇറാൻ്റെ ഒരു പ്രോക്സി ആയിട്ടുള്ള ഒരു നോൺ സ്റ്റേറ്റ് ആക്ടർ ആയിട്ടുള്ള യമൻ ബേസ്ഡ് ആയിട്ടുള്ള ഹൂത്തികൾ അല്ലെങ്കിൽ ഒരു പലതരത്തിൽ കൺട്രോൾ ചെയ്യുന്ന ഒരു ടെറിറ്ററിയാണ്. അത് പല സമയത്ത് നമുക്ക് 2023 ശേഷം ഒരുപാട് തവണ അവർ കൊമേഴ്ഷ്യൽ ഷിപ്പിന് അറ്റാക്സ് നടത്തിയ സക്സസ്ഫുള്ളി ക്യാമ്പയിൻ നടത്തിയ ഒരു ഇത് നമുക്കറിയാം. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ ഈ ഒരു യുദ്ധം അങ്ങോട്ട് കൂടി വ്യാപിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നേരത്തെ ശ്രീ അഭിലാഷ് എണ്ണി പറഞ്ഞ ഈ അനന്തരഫലങ്ങൾ ഒന്നുകൂടിയും അത് ഇരട്ടിക്കും, ഒരു സംശയമില്ല. അപ്പോൾ ഇത് അഭിലാഷ് പറയുമ്പോൾ ജപ്പാനെയും ചൈനയും പോലത്തുള്ള ഈ മേജർ ഓയിൽ ഇമ്പോർട്ടേഴ്സിനെ, അതായത് എനർജി സെക്യൂരിറ്റിക്ക് ലോകത്തുള്ള മറ്റ് ഓയിൽ പ്രൊഡ്യൂസേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന, പ്രത്യേകിച്ച് ഗൾഫ് കൺട്രീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന രാഷ്ട്രങ്ങളെയാണ്. അത് ജപ്പാനും ചൈനയും മാത്രമല്ല യൂറോപ്യൻ കൺട്രീസും ആയിക്കോട്ടെ, ഇന്ത്യ ആയിക്കോട്ടെ, ഈ പറഞ്ഞ എനർജി ഡെഫിസിറ്റുള്ള അല്ലെങ്കിൽ വിദേശ രാഷ്ട്രങ്ങൾ ഓയിൽ പ്രൊഡ്യൂസേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന, എനർജി സെക്യൂരിറ്റിക്ക് ഡിപ്പെൻഡ് ചെയ്യുന്ന രാഷ്ട്രങ്ങൾ മുഴുവൻ ബാധിക്കും. അത് ഈ യുദ്ധം എത്ര നാൾ നീണ്ടു നിൽക്കുന്നോ അത്രയും കാലം ഈ പറഞ്ഞ രാഷ്ട്രങ്ങളൊക്കെ സഫർ ചെയ്യുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം ഇപ്പോൾ ബ്ലോക്കേഡ് രണ്ട് തരത്തിലാണ്. ഒരു ഭാഗത്ത് അമേരിക്കൻ നാവിയുടെ ഒരു ബ്ലോക്കേഡ് ഉണ്ട്, മറ്റൊരു ഭാഗത്ത് ഇറാൻ്റെ ഒരു ബ്ലോക്കേഡും വരുന്നത്. അപ്പോൾ ഇത് രണ്ടും മാറ്റിയിട്ട് വേണം ഇനി ഒരു പഴയ രീതിയിലേക്ക് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിൻ്റെ ഒരു നോർമൽസിയിലേക്ക് എത്താം. അപ്പോഴും ഇറാൻ പറയുന്നത് അവർക്ക് യുദ്ധത്തിലുണ്ടായ നഷ്ടം നികത്താൻ രണ്ട് മാർഗം, ഒന്നുകിൽ ഗൾഫ് കൺട്രീസും അമേരിക്കയും അത് നഷ്ടപരിഹാരം കൊടുക്കണം, അല്ല എന്നുണ്ടെങ്കിൽ അവരൊരു സ്ട്രാറ്റജി, ഒരു പ്ലാൻ ബി എന്ന രീതിയിൽ തന്നെ ഞാൻ അവർ അവതരിപ്പിച്ച അല്ലെങ്കിൽ ഷിക്കോൺ ചെയ്യുന്നൊരു കാര്യം സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിൽ അവർ ടാക്സ് പിരിക്കുക എന്നുള്ളതാണ്. അപ്പം ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ തകർന്ന സാമ്പത്തിക സ്ഥിതിയെ ഒരു തിരിച്ചു കൊണ്ടുവരാൻ വേറെ ഓപ്ഷൻ അവരെ മുന്നിലില്ല. അല്ലെങ്കിൽ പിന്നെ അമേരിക്ക അവരെ സാങ്ഷൻസ് എല്ലാം വേവ് ചെയ്യണം, അല്ലെങ്കിൽ അമേരിക്ക കൺട്രോൾ ചെയ്തിരിക്കുന്ന അവരെ പല അസറ്റുകളെല്ലാം അവർ ഫ്രീ ആക്കണം, ഇങ്ങനെ ഒരുപാട് ഡിമാൻഡ്സ് ഉണ്ട്. അപ്പോൾ ഇതൊന്നും നമുക്കറിയാം, ഇത് മുഴുവൻ ഇറാൻ്റെ മുഴുവൻ ഡിമാൻഡുകളോ അല്ലെങ്കിൽ അമേരിക്കൻ്റെ മുഴുവൻ ഡിമാൻഡുകളോ ഇതൊന്നും ഒരിക്കലും പൂർണ്ണമായിട്ടും അംഗീകരിക്കാൻ പോകുന്നില്ല എന്നുള്ളത് ഒരു തർക്കമില്ല. അതുകൊണ്ടാണ് ഇത് ഇത്രയും മാസങ്ങളായിട്ട് പല മീഡിയേറ്റേഴ്സ്, ഇപ്പം ഇസ്ലാമാബാദിൽ ബേസ് ചെയ്തിട്ട് പാകിസ്ഥാനിൽ ചർച്ച നടന്നു, പാകിസ്ഥാൻ മീഡിയേറ്ററായിട്ട്, ഖത്തർ മീഡിയേറ്ററായിട്ട് ചർച്ച നടന്നു. അതിന് ശേഷം വേറെ പല രാഷ്ട്രങ്ങളും മീഡിയേറ്റേഴ്സായിട്ട് പല ഘട്ടങ്ങളിൽ പല രാഷ്ട്രങ്ങളിൽ ചർച്ച നടന്നു. ഇപ്പോഴും ഒരു ഫൈനൽ കൺക്ലൂഷൻ പോയിന്റിലേക്ക്, ഒരു പെർമനന്റ് സൊല്യൂഷനിലേക്ക് ഇപ്പോഴും എത്താൻ പറ്റുന്നില്ല. നമുക്ക് നേരത്തെ പാനലിസ്റ്റുകൾ പറഞ്ഞ പോലെ തന്നെ ഏതാണ്ട് എല്ലാ
ഗൾഫ് രാഷ്ട്രങ്ങളും ആക്ച്വലി ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ആഗ്രഹിക്കുന്നത് പെർമനന്റ് ആയിട്ടുള്ള സൊല്യൂഷനാണ്. അതിന് ഇറാനെ പൂർണ്ണമായിട്ടും തകർത്തിട്ടാണെങ്കിൽ അങ്ങനെ, ഇനി അതല്ല വേറെ തരത്തിലൊരു പെർമനന്റ് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ. അപ്പോഴും നമ്മളിവിടെ നോക്കേണ്ടത് ഇവിടെ ഗൾഫ് രാഷ്ട്രങ്ങളുടെയോ ഇറാന്റെയോ അമേരിക്കയുടെ താല്പര്യമില്ല, ഇസ്രായേലിന്റെ താല്പര്യം. അപ്പം ഒരുപാട് കോൺഫ്ലിക്റ്റിംഗ് അല്ലെങ്കിൽ കോൺട്രഡിക്ടറി ഇൻട്രസ്റ്റ് ഓഫ് ആക്ടേഴ്സ്, അല്ലെങ്കിൽ ആക്ടേഴ്സിന്റെ പല തരത്തിലുള്ള ഇൻട്രസ്റ്റ് ഇവിടെ ഒരു കോൺഫ്ലിക്റ്റിംഗ് ആണ്. അപ്പം ഈ എല്ലാ ആക്ടേഴ്സിനും ഇതിൽ ഭാഗമായിട്ടുള്ള മുഴുവൻ ആക്ടേഴ്സിനെയും അപ്പീസ് ചെയ്തുകൊണ്ട്, അത് സ്റ്റേറ്റ് ആക്ടേഴ്സിനെയും ഹിസ്ബുള്ള, ഹമാസ്, ഹൂതി പോലുള്ള നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സിൻ്റെയും താല്പര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട്, അപ്പോൾ ഇതിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള ആക്ടേഴ്സ് ആയിട്ടുള്ള റഷ്യയുണ്ട്, ചൈനയുണ്ട്, US ഉണ്ട്, അല്ലെങ്കിൽ ബ്രിട്ടൻ അടക്കമുള്ള രാഷ്ട്രങ്ങളുണ്ട്. ഈ റീജിയണൽ ആക്ടേഴ്സ് ആയിട്ടുള്ള സൂപ്പർ പവേഴ്സ് ആയിട്ടുള്ള ഇറാൻ ഉണ്ട്, സൗദി അറേബ്യ ഉണ്ട്, ഇസ്രായേൽ ഉണ്ട്, അതേപോലെ UAE ഉണ്ട്, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ്. അപ്പോൾ ഇത്രയും ആക്ടേഴ്സിനെ സംതൃപ്തി കൊടുത്ത് അല്ലെങ്കിൽ എല്ലാവരുടെയും താല്പര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു പെർമനന്റ് സൊല്യൂഷൻ അത് ഇൻ ദ നിയർ ഫ്യൂച്ചറിൽ ഒരിക്കലും പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സംഘർഷം, അത് ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഒരു സീസ് ഫയർ അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് വെടിനിർത്തലുണ്ടാവും. പിന്നെ ഇപ്പം നടന്ന പോലെ 1-2 മാസം ഒരു താൽക്കാലിക വെടിനിർത്തൽ, അത് വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ ഇപ്പോഴൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്ന ഒരു പ്രതിഭാസം, ഇപ്പോൾ അമേരിക്കയും ഇറാനും തമ്മിൽ വെടിനിർത്തൽ ഉണ്ടായാലും, അല്ലെങ്കിൽ ഇസ്രായേലും ഇറാനും തമ്മിൽ വെടിനിർത്തൽ ഉണ്ടായാലും, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗൾഫ് രാഷ്ട്രങ്ങൾ തൽക്കാലത്തേക്ക് മാറി നിന്നാലും കണ്ടിന്യൂസ്ലി നടക്കുന്ന ഒരു പ്രോസസ്സ് ആക്ച്വലി റീജിയണിൽ ഇസ്രായേലി ഇൻവേഷൻ ഓൺ നൈബറിംഗ് ടെറിട്ടറീസ്, അത് വെസ്റ്റ് ബാങ്കിലായിക്കോട്ടെ, ഗാസയിലായിക്കോട്ടെ, സിറിയയിലായിക്കോട്ടെ, ലെബനാനിലായിക്കോട്ടെ, ഇത് വർഷങ്ങളായിട്ട് കണ്ടിന്യൂസ്ലി നടക്കുന്ന ഒരു അൺഎൻഡിങ് പ്രോസസ്സായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഏതാണ്ട് എല്ലാ ചർച്ചയിലും എന്താണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റായിട്ട്, ഈവൻ സൗദി അറേബ്യ അടക്കം ഒരു കോണ്ടെക്സ്റ്റ് നമുക്കറിയാൻ പറ്റും. ട്രംപ് അവസാനം ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട ഡിമാൻഡ് മുഴുവൻ ഗൾഫ് രാഷ്ട്രങ്ങളും അല്ലെങ്കിൽ മുഴുവൻ മുസ്ലിം രാഷ്ട്രങ്ങളും അബ്രഹാം അക്കോർഡിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ അബ്രഹാം അക്കോർഡിന്റെ എക്സ്പാൻഷൻ. അപ്പോൾ അത് സൗദി അറേബ്യ അല്ലെങ്കിൽ രാഷ്ട്രങ്ങളൊന്നും അംഗീകരിക്കാത്ത പ്രധാനപ്പെട്ട ഒരു കാരണം പലസ്തീൻ പ്രശ്നം പെർമനന്റ്ലി സോൾവ് ചെയ്യാതെ അതിനെപ്പറ്റി ചിന്തിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു തരത്തിലാണ്. അപ്പം ഇത് പല തരത്തിൽ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. ഇറാനും അമേരിക്കയിൽ, ഇറാൻ ഇസ്രായേൽ മാത്രമല്ല, ഒരുപാട് ആക്ടേഴ്സും ഒരുപാട് റീജിയണൽ ആയിട്ടുള്ള ഇഷ്യൂസും കൂടി ഇതിന്റെ ഭാഗമാണ് എന്ന് കൂടി നമ്മൾ ചേർത്ത് വായിക്കണം. തീർച്ചയായിട്ടും ഒരു ഇടവേള കൂടി വേണം. ഇടവേളയ്ക്ക് ശേഷം ഞാൻ മടങ്ങി ചർച്ചയിലേക്ക് വേണം. ശ്രീമതി അഞ്ജന ശങ്കർ, ഈ യുദ്ധത്തിൽ ഇസ്രായേലിന്റെ ഒബ്ജക്റ്റീവ്സ് എത്രമാത്രം ലക്ഷ്യം കണ്ടു കഴിഞ്ഞു? 2023 ഒക്ടോബർ 7 ശേഷം നമുക്കറിയാം ഹമാസിനെ വലിയ തോതിൽ, ഹമാസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇസ്മായിൽ ഹനിയും യഹിയ സിൻവറും അടക്കമുള്ള നേതാക്കളെ ഫിനിഷ് ചെയ്തു, വലിയ തോതിൽ ഹമാസിനെ ദുർബലമാക്കി. ലബനിലേക്ക് ചെന്നു, അവിടെ ഹിസ്ബുള്ളയെ വലിയ തോതിൽ ആക്രമിച്ചു. നമുക്കറിയാം ഹസൻ നസറുള്ള ഒക്കെ കൊല്ലപ്പെട്ടു. അതിനുശേഷമാണ് ഇറാൻ ആക്രമണം, അവിടെ ഖാംനൈ അടക്കം കൊല്ലപ്പെട്ടു. ഡെത്ത് ടു ഇസ്രായേൽ എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന രാഷ്ട്രമാണ്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്ക് ഭീഷണിയായിട്ടുള്ള മിലീഷ്യകളെയും രാഷ്ട്രങ്ങളെയും ഒക്കെ ഒരു പരുവത്തിലാക്കുക, അങ്ങനെ സേഫ് ആവുക എന്ന ഒബ്ജക്റ്റീവ് എത്ര പങ്ക് വിജയിച്ചിട്ടുണ്ട്? തീർച്ചയായും ഈ യുദ്ധം തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുന്നത്, ഇപ്പോൾ ട്രംപ് ഇന്ന് ഞാനാണ് യുദ്ധത്തിന് മുൻകൈ എടുത്തത് എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇത് ഇസ്രായേലിന്റെ വ്യക്തമായ ഒരു താല്പര്യങ്ങൾ, അവരുടെ ഒരു നാഷണൽ സെക്യൂരിറ്റി സംരക്ഷിക്കാൻ വേണ്ടി അമേരിക്ക ബാധ്യസ്ഥരാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ അതിനുവേണ്ടി തുടങ്ങിയ ഒരു യുദ്ധമാണ്. ഈ റെജീം ചേഞ്ച് എന്ന് പറയുന്നത് നെതന്യാഹുവിന്റെ വർഷങ്ങളായിട്ടുള്ള കാലങ്ങളായിട്ടുള്ള ഒരു സ്വപ്നമാണ്. അപ്പോൾ ഈ അമേരിക്കൻ മിസ്കാൽക്കുലേഷൻ എന്ന് പറയുമ്പോൾ ഇതൊരു ഇസ്രയേലി മിസ്കാൽക്കുലേഷൻ ആണ് എന്ന് കൂടി നാം കൂട്ടി വായിക്കണം. കാരണം ദിവസങ്ങൾക്കുള്ളിൽ ഈ ഖമനേയെ വധിച്ച ശേഷം റെജീം തകരുമെന്നും ഇവിടെ ഒരു പോപ്പുലർ അൺറസ്റ്റ് ഉണ്ടായതിനെ തുടർന്ന് രാജ്യം പിടിച്ചടക്കാൻ സാധിക്കും, റസാ പെഹ്ലാവിയെ വീണ്ടും തിരിച്ച് ഇറാന്റെ നേതാവായി വാഴിക്കാം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. അത് മുഴുവനായി പൂർണ്ണമായും തന്നെ നടന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ നേരെ അതൊരു തിരിച്ചടിയാണ് ഇസ്രയേലിനുണ്ടായി. ഇസ്രയേലിന്റെ ഒരു ബിഗസ്റ്റ് സെറ്റ് ബാക്ക് ആണത്. പക്ഷേ മറ്റൊരു ഇസ്രയേലിന്റെ മറ്റു ചില ഒബ്ജക്റ്റീവ്സുകൾ എടുത്ത് പരിശോധിച്ചാൽ, ഒന്ന് താങ്കൾ പറഞ്ഞതുപോലെ ഈ പ്രോക്സികളെ, ഇറാന്റെ പ്രോക്സികളെ, അത് പ്രോക്സികൾ ഇസ്രയേലിന് നേരിട്ട് ഭീഷണിയാവുന്നവരാണ്. ഇപ്പോൾ നാം സംസാരിക്കുമ്പോൾ പോലും ഇന്നും ഹെസ്ബുള്ളയുടെ റോക്കറ്റ് മിസൈൽ അറ്റാക്കുകൾ നോർത്തേൺ ഇസ്രയേലിനെ, അവിടെയുള്ള ആളുകളെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഹെസ്ബുള്ളയെ പൂർണ്ണമായും ഡിസാം ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യം ഇസ്രയേലിനുണ്ട്.
ഇത് പലവട്ടം ഇസ്രായേൽ ശ്രമിച്ചിട്ടും പൂർണ്ണമായും നടക്കാത്ത ഒരു കാര്യമാണ്. നമുക്കറിയാം ഹിസ്ബുള്ളയെ ധാരാളം അവർ വീക്കൻ ചെയ്തു, അവരുടെ വലിയ വലിയ നേതാക്കളെ കൊലപ്പെടുത്തി. പിന്നെ ആ ഒരു പേജർ അറ്റാക്ക് വഴി പല ഹിസ്ബുള്ള നേതാക്കളും ഹിസ്ബുള്ള ഫൈറ്റേഴ്സും കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും ഇപ്പോഴും ഈ ഇസ്രായേലുമായിട്ടുള്ള അറ്റാക്കുകൾ ഹിസ്ബുള്ള അവരുടെ മിസൈലുകളും റോക്കറ്റുകളും ഉപയോഗിച്ച് നടത്തുന്നു എന്നുള്ളത് നമ്മൾ നോട്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പൊ പൂർണ്ണമായും ഹിസ്ബുള്ളയെ ചെയ്യുക അല്ലെങ്കിൽ തുടച്ചു നീക്കുക എന്നുള്ളൊരു ലക്ഷ്യം ഇസ്രായേലിനെ കൊണ്ട് സാധിക്കും എന്ന് തോന്നുന്നില്ല. അതേപോലെ തന്നെയാണ് ഗസയിലേക്ക് നോക്കിയാലും ഇപ്പോൾ ഗസയിൽ ഒരു സീസ് ഫയർ ഉണ്ട്. ഹമാസിനെ ഏതാണ്ടൊക്കെ വലിയ രീതിയിൽ തുടച്ചു നീക്കി എന്ന് ഉണ്ടെങ്കിൽ പോലും 60% മാത്രമേ ഗാസ ഇപ്പോഴും ഇസ്രായേലിന്റെ കൈവശമുള്ളൂ. ബാക്കി 40% എന്ന് പറയുന്നത് ഇപ്പോഴും ഹമാസിന്റെ കൂടെയുള്ള ബാക്കി മിലിഷ്യകളുടെ കീഴിലാണ് ഈ 40% ഗാസ. അതുകൊണ്ടാണ് ഈ ആഴ്ച നെതന്യാഹു ഈ ബെയ്റൂത്ത് അറ്റാക്ക് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ കൂടുതൽ ഹമാസിനെ ഈ ഗസയിലേക്ക് കടന്നാക്രമണം നടത്തി 70% കൂടുതൽ ഗാസ പിടിച്ചടക്കാൻ സൈന്യത്തിന് ആജ്ഞ നൽകിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ഗാസയിലും ഏറെക്കുറെയൊക്കെ അവരുടെ ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിലും ഹമാസിനെ പൂർണ്ണമായും തുടച്ചു നീക്കാൻ സാധിച്ചോ എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. കാരണം ഈ സീസ് ഫയർ എഗ്രിമെന്റിൽ പ്രധാനപ്പെട്ട ഈ രണ്ടാമത്തെ ഫേസ് എന്ന് പറയുന്നത് ഈ ഹമാസിനെ ഡിസാം ചെയ്യുക എന്നുള്ളതാണ്. അതിന് ഇതുവരെ മുന്നോട്ട് നീങ്ങാനായി സാധിച്ചിട്ടില്ല. സോ ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് ആ ഒരു സീസ് ഫയർ ഉണ്ട്, പക്ഷെ അറ്റാക്കുകൾ നടക്കുന്നു. ഹമാസ് ഇപ്പോഴും ഈ 40% ഗാസ കൺട്രോൾ ചെയ്യുന്നു. മറ്റ് ഒരു വിജയം ഇന്ന് ഇസ്രായേലിന് അവകാശപ്പെടാനുള്ളത് ഇസ്രായേലിന്റെ, എനിക്ക് തോന്നുന്നു ഒരു കോ പാനലിസ്റ്റ് ഇപ്പോൾ നമ്മുടെ ചർച്ചയ്ക്കിടയിൽ പറഞ്ഞിരുന്നു, ഒരു ഗ്രേറ്റർ ഇസ്രായേൽ എന്നൊരു സ്വപ്നമുണ്ട്. കൂടുതൽ ടെറിട്ടറി കോൺകർ ചെയ്യുക. അത് ഇപ്പോൾ ഗാസയിലാണെങ്കിലും ലെബനനിലാണെങ്കിലും സിറിയയിലാണെങ്കിലും. അപ്പോൾ യുദ്ധം കണ്ടിന്യൂ ചെയ്ത് പോകും തോറും തിരിച്ചടികൾ ഈ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ഇസ്രായേലിനെ ആക്രമിക്കുന്നിടത്തോളം കാലം ഇസ്രായേൽ ഓൾവേസ് മെയിൻറ്റെയിൻ ദേ ഹാവ് ദ റൈറ്റ് ടു സെൽഫ് ഡിഫെൻഡ്. അപ്പൊ അവരുടെ രാഷ്ട്രത്തിന്റെ നാഷണൽ സെക്യൂരിറ്റി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഈ ആക്രമണങ്ങൾ നടത്തുമ്പോൾ ഇസ്രായേൽ അതിൽ വ്യക്തമായി ചെയ്യുന്നത് അവരുടെ ഒരു ബഫർ സോൺ, ദാറ്റ് ഇസ് വാട്ട് ദേ കോൾ ഇറ്റ്. ഈ ബഫർ സോൺ എന്ന പേരിൽ കൂടുതൽ ആഴത്തിൽ മറ്റു ടെറിട്ടറിയിലേക്ക് ആർമി പുഷ് ചെയ്യുകയും ഗസയിൽ നടത്തിയ പോലെ തന്നെ ഇപ്പോൾ ഈ കെട്ടിടങ്ങളും വില്ലേജുകളെല്ലാം പൂർണ്ണമായും തകർത്തുടച്ചുകൊണ്ട് ആ ഏരിയാസ് കൂടുതൽ കൈയടക്കുക, ആ ഒരു ഒബ്ജക്റ്റീവ് കൃത്യമായി ഇസ്രായേൽ അച്ചീവ് ചെയ്യുന്നുണ്ട്. അതാണ് ഇസ്രായേലിന്റെ വിജയം. അത് മാത്രമാണ് ഇസ്രായേലിന്റെ വിജയം എന്ന് നമുക്ക് ഇപ്പോൾ പറയേണ്ടി വരും. തീർച്ചയായിട്ടും ഒരുപാട് മാനങ്ങളുള്ള യുദ്ധമാണ്. എത്രയും പെട്ടെന്ന് തീരുക എന്നുള്ളത് മാനവരാശിയുടെ ആവശ്യവും. വളരെ നന്ദി 4 പേർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.